സുഹൃത്തുക്കളെ, വളരെ ദീർഘമായൊരു പ്രസംഗമാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും സാങ്കേതിക ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഞാൻ ഏറ്റവും അവസാനത്തേക്ക് വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ തീരെ മടുത്തു പോകുന്നവർക്ക് അതിന് മുമ്പ് പോവാം. അപൂർവമായിട്ട് ഇതിൻ്റെ സാങ്കേതികത കുറേം കൂടി അറിയണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അവസാനം വരെ ഇരിക്കുകയും ചെയ്യാം. സമയം എങ്ങനെ ഒരു 2 മണിക്കൂർ എടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നെ ഈ ഒരു സ്മാരക പ്രഭാഷണം നടത്താൻ വിളിച്ചത് വലിയൊരു ബഹുമതിയാണ്. KYSനോട് പ്രത്യേക നന്ദിയുണ്ട്. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരിൽ അഗ്രഗണ്യനായിട്ടുള്ള വ്യക്തിയാണ് MC. മലയാളി മറന്നു പോവേണ്ടതില്ലാത്ത, മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് MC, സംശയമില്ല. പക്ഷേ പിൻഗാമികളാൽ മറക്കപ്പെടുക എന്നതിൽ നിന്ന് MC-യും വിമുക്തനാവുന്നില്ല എന്ന് ദുഃഖപൂർവ്വം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇത് MC ജോസഫിൻ്റെ വിക്കിപീഡിയ പേജാണ്. അതിൽ കാണുന്ന ഫോട്ടോ MC ജോസഫിൻ്റെ അല്ല, AVOസിൻ്റെ ആണ്. ജോസേട്ടൻ്റെ ഫോട്ടോ ആണ്. ജോസേട്ടൻ നമുക്കൊക്കെ അറിയാം. മലയാളം വിക്കിപീഡിയ MC ജോസഫ് എന്ന് മലയാളം കൊടുത്താൽ നമുക്ക് ആദ്യം കാണുന്ന ജോസേട്ടൻ്റെ പടമാണ്. അപ്പോൾ ഞാനിത് 2 ദിവസം മുന്നേ സന്ദർഭവശാൽ ഇങ്ങനെ വിക്കിപീഡിയ എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് എനിക്ക് വലിയ രൂപമില്ല. അതുകൊണ്ട് ഞാൻ ആ ചിത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഇത് ചിത്രം തെറ്റാണ്, ഇത് യുക്തിവിചാരം പത്രാധിപരായിരുന്ന AVOസിൻ്റെ ചിത്രമാണ് എന്ന് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ വിക്കിപീഡിയ പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു കുറിപ്പും കൂടി എൻ്റെ അടിയിൽ കാണാം. ഇത് ചിത്രം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത്, ഈ എന്താ പറയുക, പിൻഗാമികളാൽ മറക്കപ്പെടുക എന്നൊരു സംഭവം നടക്കുന്നില്ല. അത് നിർത്തിയില്ല. 1981 94-ാം വയസ്സിലാണ് മരിച്ചതെന്ന് നമ്മൾ ഇവിടെ സ്മരിച്ചു. അന്ന് എനിക്ക് 20 വയസ്സേ ഉള്ളൂ. അപ്പോൾ MC-യെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട് എന്നും ഇല്ല എന്നും രണ്ടും പറയാവുന്ന അവസ്ഥയാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പഠനത്തിനായി സംഭാവന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ദീർഘശരീരം ഇങ്ങനെ ആ അനാട്ടമി ഡിസെക്ഷൻ ഹാളിൻ്റെ മുന്നിൽ കിടക്കുന്നത് കണ്ടത് ഞാൻ 20 വയസ്സുകാരനായി ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ആ ഒരു ദർശനം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ, മറ്റ് ഒരു പരിചയം ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹത്തിന് ഡിസെക്റ്റ് ചെയ്ത് പഠിച്ച ബാച്ചിലെ ഒരാളാണ് ഞാൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ബാച്ച് തൃശ്ശൂരും 25ാമത്തെ സിൽവർ ജൂബിലി ബാച്ച് കോഴിക്കോട് ഉണ്ടായിരുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബോഡി ഡിസെക്റ്റ് ചെയ്ത് പഠിച്ച ഗ്രൂപ്പിൽ വരുന്ന ആളാണ് ഞാൻ എന്നെനിക്ക് പറയാം. ഈ മരിച്ച 43ാമത്തെ വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹ ദർശനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി വരാനിരിക്കുന്ന ദശകങ്ങളിൽ MC പ്രഭാഷണങ്ങൾ നടക്കും. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്നിട്ടില്ലാത്ത, അദ്ദേഹത്തിനെ ഒരു മൃതദേഹമായി പോലും കണ്ടിട്ടില്ലാത്ത പ്രഭാഷകർ അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ, അദ്ദേഹം നടന്നിട്ടുള്ള വിജ്ഞാന വഴിയിലൂടെ പുതിയ വിഷയങ്ങൾ സംസാരിക്കും. MC പ്രഭാഷണങ്ങൾ തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞാൻ ആദ്യം സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം സ്വതന്ത്ര ഇച്ഛയും പരിണാമവും, ഫ്രീ വിൽ ആൻഡ് എവല്യൂഷൻ എന്നൊരു വിഷയമാണ്. വളരെ വിപുലമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അത് വേണ്ട, അതിനു പകരം ആ വിഷയവുമായി ബന്ധപ്പെട്ട അതിലേക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു വിഷയം, ഒരു റിലേറ്റീവ്ലി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വിഷയം പറയാൻ തീരുമാനിച്ചു. അത് എൻ്റെ വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് വേണ്ടത്ര സമയം കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വിഷയം മാറ്റിയിട്ട് സെൻസ് ഓഫ് ഏജൻസി, കർത്തൃത്വബോധവും ഓജോ ബോർഡ് എന്നൊരു വിഷയം പറയാമെന്ന് വിചാരിച്ചു. ഇത് 1966 MC പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഒരു ലേഖന സമാഹാരമാണ്. എൻ്റെ സുഹൃത്ത് ബാൻശ്രീയാണ് എനിക്ക് സംഘടിപ്പിച്ച് തന്നത്. അതിൽ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് സ്റ്റൗ ജ്യോത്സ്യം എന്നാണ്. സ്റ്റൗ ജ്യോത്സ്യം എന്നൊരു വാക്ക്. അതിൽ പിന്നെ ആ ലേഖനത്തിൽ ഒരു 2 പാരഗ്രാഫ് ഞാൻ വായിക്കാം. റാൻഡമായിട്ടുള്ള 2 പാരഗ്രാഫുകളാണ്. ധ്യാനം കൊണ്ട് മെയ്മറവി, ട്രാൻസ് കണ്ടീഷൻ വരുത്തിയോ സാധാരണ ഉണർന്നിരിക്കുന്നതിന് അല്ലാത്ത സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് അനൈച്ഛികമായി സ്വയം എഴുതുന്നൊരു ഉപകരണം 100 കൊല്ലങ്ങൾക്ക് മുമ്പ് സുമാർ 1850 യൂറോപ്യൻ ശാസ്ത്രജ്ഞന്മാർ നിർമ്മിച്ചു. 1963 ലേഖനമാണ് കേട്ടോ. പ്ലാൻസെറ്റ് എന്നും ഉദ്ധരിച്ച് കേട്ടിട്ടുണ്ട്, പിന്നെ ഉച്ചരിച്ച് കേൾക്കുന്നുണ്ട്. പ്ലാൻഷെറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതൊരു ലഘുയന്ത്രമാണ്.
ഹൃദയ ആകൃതിയിൽ ഹൃദയങ്ങളുടെടുത്ത് ഒരു ആ ഹൃദയത്തിൻ്റെ ഇത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ, പഴയകാലത്ത് ഈ നുള്ളിപ്പെറുക്കി വെക്കുക ചെയ്യുക. ഈ അച്ച് എങ്ങനെ ഉണ്ടാക്കി ഞാൻ അത്ഭുതപ്പെട്ടു. ഒരച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഹൃദയത്തിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കനം കുറഞ്ഞ് പലക വെട്ടിയെടുത്ത് അതിൻ്റെ വീതിയുള്ള വലത്തടിയിൽ ഇരുവശങ്ങളിലും ഓരോ ചക്രങ്ങളും എതിർഭാഗം കൂർത്ത വശത്തിൻ്റെ അറ്റത്ത് ഒരു ദ്വാരം ഉണ്ടാക്കി അതിലൊരു പെൻസിലും ഘടിപ്പിച്ച് മുക്കാലിയാക്കിയതാണ് പ്ലാൻഷെറ്റ്. മാംസപേശികളുടെ അനൈച്ഛിക ചലനങ്ങളെയും 1963 എഴുതി കേട്ടോ. ഞാൻ ജനിച്ചിട്ട് എനിക്കത് 2 വയസ്സേ ഉള്ളൂ. 61 ജനിക്കുന്നത്. 63 എഴുതിയ ലേഖനം. മാംസപേശികളുടെ അനൈച്ഛിക ചലനങ്ങളെയും അവയുടെ ഗതിവിഗതികളെയും കുറിച്ച് അറിയാനാണ് പ്ലാൻഷെറ്റ് നിർമ്മിച്ചത്. ചുറ്റും അക്ഷരങ്ങളും അക്കങ്ങളും എഴുതിയിട്ടുള്ള വീജ ബോർഡ് എന്നു പേരുള്ള മിനുസപ്പെടുത്തിയ പലകയിൽ പ്ലാൻഷെറ്റ് വെച്ച് വാക്കുകളുടെ അക്ഷരങ്ങളുടെ തുകയുടെ അക്കങ്ങളും ചൂണ്ടിക്കാണിച്ച് ചിലർ ജ്യോത്സ്യ വിദ്യാപ്രകടനം പരീക്ഷിച്ചു. അതൊട്ടൊക്കെ വിജയകരമായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. അതാണ് ഒരു പാരഗ്രാഫ്. വേറൊന്ന്, വക്കീലായി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നപ്പോൾ ഒരിക്കൽ കോടതിയിൽ വക്കീൽ മുറിയിലെ മേശപ്പുറത്ത് ഒരു വലിയ വൃത്തത്തിന് ചുറ്റും ചോക്ക് കൊണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങളും കുറേ അക്കങ്ങളും എഴുതി നടുക്കൊരു ഒഴുക്കൻ ഗ്ലാസ് ടംബ്ലർ കമിഴ്ത്തി അതിന്മേലൊരു വക്കീൽ കൈവച്ചുകൊണ്ട് കുറേ നേരം ദൈവത്തെ ധ്യാനിച്ചിരുന്നപ്പോൾ ആ ടംബ്ലർ നീങ്ങി നിരങ്ങി അക്ഷരങ്ങളും അക്കങ്ങളും ചൂണ്ടിക്കാണിച്ച് ഒട്ടൊക്കെ ഫലപ്രദമായി പ്രവചിച്ചിട്ടുള്ളത് ഞങ്ങളൊക്കെ കണ്ടതാണ്. അങ്ങനെ തമ്പാള ജ്യോത്സ്യവും ടംബ്ലർ ജ്യോത്സ്യവും പ്ലാൻഷെറ്റ് ജ്യോത്സ്യത്തിൻ്റെ 2 ഇളയ സഹോദരന്മാരായി ഇന്ത്യയിൽ പിറന്നിട്ടുണ്ട്. അവയുടെ കനിഷ്ഠ സഹോദരനായി ഇപ്പോൾ പിറന്നിട്ടുള്ളതാണ് സ്റ്റൗ ജ്യോത്സ്യം. ഇങ്ങനെയാണ് ആ ലേഖനം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2 വയസ്സുള്ള കാലത്താണ് MC ഈ വിഷയം കേരളീയർക്ക് വിവരിച്ചു കൊടുക്കുന്നത്. എനിക്കിപ്പോൾ 63 വയസ്സായി. ഇപ്പോഴും ഓരോ ബോർഡിലും അതുപോലുള്ള ഏർപ്പാടുകളിലും കുടുങ്ങിക്കിടക്കുന്ന ഒരു സമൂഹമായിട്ട് തന്നെ നമ്മൾ തുടരുകയാണ്. ഇതിലൊക്കെ എന്തോ അഭൗമമായ കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നും നമ്മുടെ മുന്നിലുള്ളത്. അതിൻ്റെ ഒരു കാര്യം പറയട്ടെ. ഓജോ ബോർഡ് എന്നാണ് നമ്മൾ മലയാളിൽ ഇപ്പോൾ പറയുന്നത്. വീജ ബോർഡ് എന്നാണ് പാശ്ചാത്യർ പറയാം. MC 63 തന്നെ വീജ ബോർഡ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നെങ്ങനെയോ മലയാളത്തിൽ ആ ഒരു വാക്ക് മാറി ഓജോ ബോർഡ് എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ 2 വാക്കുകളും പറയാനിടയുണ്ട്. ചിലപ്പോൾ വീജ ബോർഡ് എന്ന് പറയും, ചിലപ്പോൾ ഓജോ ബോർഡ് എന്ന് പറയും. 2 ഒന്ന് തന്നെ. ഞാനത് ആരോ ഇട്ടിട്ടാണ് വീജ ബോർഡ് എന്ന് ഞാൻ MC എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് 2023 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു മലയാള പടമാണ് രോമാഞ്ചം. വളരെ വലിയ പ്രദർശന വിജയം നേടിയിട്ടുള്ള ഒരു പടമാണ്. ഈ ഓജോ ബോർഡ് വഴി ഒരു പ്രേതാത്മാവ് എത്തുക, ആ പ്രേതവുമായിട്ട് ബന്ധപ്പെട്ട അതാണ് ആ സിനിമയുടെ ഒരു പ്രതിപാദ്യം. ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. എൻ്റെ സംവിധായകൻ ജിത്തു മാധവൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഈ സംവിധായകനും വേറൊരു 6 പേരും ചേർത്തിട്ട് ബാംഗ്ലൂരിൽ താമസിച്ചിരുന്ന കാലത്തെ ഒരു അനുഭവത്തെ ബേസ് ചെയ്താണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. 2007 നടന്ന കാര്യമാണ്. സംവിധായകന് 2023 34 വയസ്സായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കഥ നടക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു 18 വയസ്സ് പ്രായം ഉണ്ടാവും. കഥ നടന്ന കാലത്ത് വളരെ ഭീതിജനകമായൊരു അനുഭവമായിരുന്നെങ്കിലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊരു തമാശയായി അനുഭവപ്പെടുന്നു എന്ന് ജിത്തു മാധവൻ പറയുന്നുണ്ട്. അത് ഞങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. സ്കെയറി ദെൻ ബട്ട് നൗ ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ഇറ്റ് ഈസ് ഫണ്ണി എന്ന് പറയുന്നുണ്ട്. അത് വളരെ സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. കാരണം മനുഷ്യ മസ്തിഷ്കം വളർന്നു വരുന്നത് അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്ന 25 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ മസ്തിഷ്ക വളർച്ച പൂർത്തിയാവുകയും യുക്തിചിന്താശേഷി കുറേ കൂടി വികസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബാല്യ കൗമാര കാലങ്ങളിൽ വിശ്വസിച്ചിരുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ യുക്തിയുടെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി തള്ളിക്കളയുക എന്നതാണ് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യം. അതൊക്കെ വളരെ പര്യാസ്യമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു സംഗതിയാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നില്ല. അപൂർവ ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പല ആളുകളും ചെയ്യുന്നത് ഈ ബാല്യ കൗമാര കാലത്തുണ്ടായിരുന്ന അന്ന് നമ്മൾ നിക്ഷിപ്തമായിട്ടുള്ള പല അബദ്ധധാരണകളെയും പിൽക്കാലത്തും അതിനെ നമ്മൾ ഒരു വികസിതമായ യുക്തിചിന്ത കൊണ്ട് അതിനെ വിമർശിക്കുന്നില്ല, അതിനെ തന്നെ കൊണ്ട് നടക്കുക ചെയ്യുന്നത്. മാത്രമല്ല അത് അടുത്ത തലമുറക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ എന്താ പറയുക, അതിങ്ങനെ 63 MC ഇതൊക്കെ പറഞ്ഞാലും ഇന്നും രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ വളരെ വിജയിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നിലക്കുള്ള യുക്തി നമ്മളെ വികസിത മസ്തിഷ്കം ഉപയോഗിച്ച് ഇതിനെ സ്വന്തമായി ചിന്തിക്കുക എന്നൊരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അഥവാ ചെയ്യുന്നവർ പോലും അത് അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നും നമുക്ക് പറയാം. ഇത് നമ്മുടെ
51AH സമൂഹത്തിൽ സയൻറ്റിഫിക് ടെമ്പർ ശാസ്ത്രീയ മനോവൃത്തി വ്യാപിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യൻ പൗരൻ്റെ ഒരു ബാധ്യതയാണ് നമുക്കറിയാം. അപ്പോൾ യുക്തിപരമായിട്ടുള്ള ഒരു വിചിന്തനത്തിന് വിധേയമാക്കാതെ പാസീവായി വളരെ നിഷ്ക്രിയമായിട്ട് ഈ വിമർശനരഹിതമായി പകർന്നു പോകുന്ന ധാരണകളെ സയൻസിൻ്റെയും യുക്തിചിന്തയുടെയും വെളിച്ചത്തിൽ പുനഃപരിശോധിക്കുകയും തള്ളിക്കളയേണ്ട വിശ്വാസങ്ങളെ തള്ളിക്കളയുകയും ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ യുക്തിരഹിതമായ വിശ്വാസങ്ങളെ ഖണ്ഡിക്കുക, യുക്തിയുക്തമായ അറിവിനെ പ്രചരിപ്പിക്കുക എന്നാണ് യുക്തിവാദി മാസികയുടെ ആദ്യ ലക്കത്തിൽ ഉള്ള മുഖപ്രസംഗത്തിൽ അയ്യപ്പൻ പറയുന്നത്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ആ യുക്തിവാദി മാസിക നടത്തിയത് 200 MC നടത്തുമ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്, നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം 63 ഈ ഓജോ ബോർഡ് എന്ന് പറഞ്ഞ ഓജോ ബോർഡിനെ കുറിച്ചും കൂടിയുള്ള ലേഖനം എഴുതുന്നത്. ആ ലേഖനമൊക്കെ വന്ന് 60 കൊല്ലം കഴിഞ്ഞിട്ടും ഇത് ഈ പ്രയാനുഭവ സിനിമ നമ്മുടെ നാട്ടിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വീണ്ടും പറയേണ്ടതുണ്ട്. MC പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിനിടയിൽ ശാസ്ത്രത്തോളം വികസിച്ചിട്ടുണ്ട്, അതുകൂടി പറയേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. അവിടെ പറഞ്ഞിട്ട് മതിയാവില്ല, അതിന് ശേഷം വികസിച്ച ശാസ്ത്രം നമ്മൾ ഇന്ന് എങ്ങനെ അതിനെ മനസ്സിലാക്കണം എന്നുകൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വളരെ വിശദമായി സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഈ 2007 ബാംഗ്ലൂർ താമസിച്ചിരുന്ന 7 മലയാളി ചെറുപ്പക്കാരുടെ അനുഭവമാണ് ഈ സിനിമയുടെ കഥ ഉണ്ടായത് നമ്മൾ പറഞ്ഞു. ആ 7 പേരിൽ 3 ആൾക്കാരുമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ യൂട്യൂബിൽ നമുക്ക് കാണാം. ശരിക്കും അനാമിക വന്നു എന്നാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ പേര്. അതിലവർ പറയുന്ന കാര്യമാണ് ഞാൻ ഇന്നത്തെ വിഷയത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നമായിട്ട് പരിഗണിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ അവർ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ക്ലബ് FM UAE വന്ന. അത് 100,000 ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 7 കൂട്ടുകാരിൽ 3 പേരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ കാണുന്നത്. നിരൂപ്, റിവിൻ, മുകേഷ് എന്നിങ്ങനെ 3 സുഹൃത്തുക്കളാണ്. അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നത് RJ സ്നേഹയാണ്. സ്നേഹയും അമനും 2 പേരും തന്നെയാണ്. 27 മിനിറ്റ് 22 സെക്കൻഡ് ആണ് വീഡിയോൻ്റെ നീളം. ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് 24 മിനിറ്റ് 7 സെക്കൻഡ് എന്ന പോയിന്റ് തുടങ്ങിയിട്ട് 25 മിനിറ്റ് 6 സെക്കൻഡ് വരെയുള്ള ഒരൊറ്റ മിനിറ്റിൽ അവർ പറയുന്ന കാര്യത്തെയാണ് അതിനെ മുൻനിർത്തിയാണ് ഈ വിഷയത്തിൻ്റെ അന്വേഷണം ഞാൻ തുടങ്ങാൻ വിചാരിക്കുന്നത്. RJ സ്നേഹ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് 3 സുഹൃത്തുക്കൾ നൽകുന്ന ഉത്തരം. അതാണ് 1 മിനിറ്റ് ഉള്ളത്. ആ 1 മിനിറ്റ് ദീർഘമുള്ള വീഡിയോ ഞാനൊന്ന് ഇവിടെ കാണിക്കാൻ ശ്രമിക്കാം. നിങ്ങളിപ്പോ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, 2007 നടന്നൊരു കാര്യമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പുറകെ നോക്കി ചിന്തിക്കുമ്പം ഇപ്പൊ നിങ്ങൾ മറ്റൊരു ഏജ് ഗ്രൂപ്പിലെത്തി, നിങ്ങൾ കുറേ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയി, കുറേ കൂടെ ജീവിതാനുഭവമൊക്കെ ആയി, യുക്തി കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു ഏജിലെത്തി. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓജോ ബോർഡിന്റെ അതെ, ഓജോ ബോർഡ് റിയൽ ആണോ എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ എന്തുത്തരം പറയും? ഇല്ല, ഞാനില്ലെന്ന് പറയും. കാരണം അതൊരു എന്തോ മറ്റഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉണ്ടെന്ന് തന്നെ പറയുള്ളൂ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഞാൻ അന്ന് കൈവച്ച ആളാണ്. അതൊരിക്കലും ആ കൈ കൊണ്ട് അത്ര സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. എന്തോ ഒരു എനർജി ഉണ്ട്, എനിക്കറിയില്ല അത് എന്ത് എനർജി ആണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അതൊരു ഞാൻ ഈ എനർജി കൊണ്ട് ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നു. അതൊരു ഗോസ്റ്റ്ലി റിലേറ്റഡ് ആവുന്നില്ലെന്നാണ് പറയുന്നത്. എന്ത് എനർജി ആണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. രോമാഞ്ചത്തിന് പറയാനുള്ളത് നിങ്ങളുടെ ഓജോ ബോർഡ്. ഓക്കെ, അപ്പോൾ ഇത് ആ വീഡിയോ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അതിൽ ഇങ്ങനെ യുക്തി കൂടുതൽ പ്രവർത്തിക്കുന്ന രീതിയിലെത്തി. എന്നിട്ട് നിങ്ങളിപ്പോൾ ഇതിനെ പറയുന്ന അഭിപ്രായം ചോദിക്കുമ്പോൾ ആദ്യം 2 പേരും പറയുന്നത്, ആദ്യത്തെ 2 പേര് പറയും ഇല്ല ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല എന്ന് പറയും. ഒരാൾക്കതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അയാൾ പറയും ഇല്ല ഞാൻ അത് ഉണ്ടെന്ന് തന്നെ പറയുള്ളൂ. ഓജോ ഞാൻ ഉണ്ടെന്ന് തന്നെ പറയൂ, കാരണം അന്ന് കൈവച്ച ആളാണ്. അതൊരിക്കലും ആ കൈ കൊണ്ട് അത്ര സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. എന്തോ ഒരു എനർജി ഉണ്ട്, എനിക്കറിയില്ല അത് എന്ത് എനർജിയാണെന്നുള്ളത്. ഞങ്ങളുടെ കണ്ണൂർക്കാർ പറയുമ്പോൾ തന്നെ എനക്കറിയില്ല എന്നാണ് പറഞ്ഞു കേട്ടോ. എനക്കറിയില്ല അത് എന്ത് എനർജിയാണെന്നുള്ളത്, അറിയത്തില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ ബാക്കി നിൽക്കുന്ന 2 പേരും ഒരാളും കൂടി ഉടനെ കൂറുമാറി. അപ്പോൾ അയാൾ പറഞ്ഞു എനർജി ഉള്ളത് ഞാനും ആക്സെപ്റ്റ് ചെയ്യുന്നു, അതൊരു ഗോസ്റ്റ്ലി റിലേറ്റഡ് ആവുന്നില്ല എന്നേ പറയുന്നുള്ളൂ എന്നാണ് പറഞ്ഞു. അപ്പോൾ അവസാനത്തെ കൺക്ലൂഷൻ എന്താണ് 1 മിനിറ്റിൽ? ഓക്കെ, എന്ത് എനർജിയാണ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ബട്ട് ദർ ഈസ് സംതിങ് ആൻഡ് ഓജോ ബോർഡ് വർക്ക്സ് എന്നുള്ളതാണ് രോമാഞ്ചത്തിന് പറയാനുള്ളത്. ഇതാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ കൺക്ലൂഷനായിട്ട് വരുന്നത്. അബ്സല്യൂട്ട്ലി പറയും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം സയൻറ്റിഫിക് ടെമ്പർ ഇല്ല എന്നതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ വിശ്വാസശീലം എന്നുള്ളതാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ മുഖമുദ്ര നമുക്ക് പറയാം. തെറ്റായ വിശ്വാസങ്ങളെ അന്ധമായി സ്വീകരിക്കുക, അത്തരം വിശ്വാസങ്ങളെ സയൻസിൻ്റെയും യുക്തിയുടെയും വെളിച്ചത്തിൽ പുനഃപരിശോധിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഭൂരിപക്ഷം ആൾക്കാരും ചെയ്തു പോരുന്നത്.
ഇവരെല്ലാം തന്നെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരുടെയും കയ്യിൽ നെറ്റുണ്ട്. എന്തോ എനർജി ഉണ്ട്, അത് എനക്കറിയില്ല എന്ന് പറഞ്ഞതിന് വരെ ഇതൊന്ന് നോക്കിയാൽ മതി. എന്താണ് ഇതെന്താണെങ്കിൽ ഇതിനെപ്പറ്റി വല്ല പഠനങ്ങളൊന്നും നടന്നിട്ടുണ്ടോ, ഇത് ശാസ്ത്രീയമായിട്ട് ഇതിന് വല്ല സംഗതികളുണ്ടോ, ഞാനിങ്ങനെ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതിയോ? അവിടെയാണ് പ്രശ്നം. എനിക്കറിയില്ല എന്ന് പറഞ്ഞോട് നിർത്തുന്നതിന് പകരം അന്വേഷിച്ചാൽ മതി. 1963 ഇതൊന്നും ഇല്ലാണ്ട് ഒരു സാധനമില്ല. അദ്ദേഹം എടുത്ത പുസ്തകങ്ങളെ ഞാൻ റെഫറൻസ് ചെയ്തു. അത്ര കഷ്ടപ്പെട്ട ഒരാൾക്കാർ, അതിൻ്റെ ഒരു 10,000-ത്തിലൊരു അംശം പണിയില്ല ഇന്ന് ഇത് നോക്കാൻ. ഈ സംഭവം എന്താണെന്ന് നോക്കിയാൽ കാണാം. 2 പേപ്പറുകൾ ഞാനവിടെ ആ സ്ലൈഡിൽ കോട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതായത് ഈ പഠനങ്ങളെക്കുറിച്ചുള്ള ഈ ഓജോ ബോർഡ്, വീജ ബോർഡ് എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള പഠനങ്ങളുടെ എത്രയോ പഠനങ്ങളുണ്ട്. അതിൽ പ്രസക്തമായിട്ട് 2 ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന പ്രസക്തമായ 2 പഠനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇത് എന്താണ് ഈ പ്രശ്നം സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഈ നിരൂപ് പറയുന്നതാണ് അവനവൻ ഞാനുണ്ടെന്ന് തന്നെ പറയൂ. കാരണം എന്താ? കാരണം ഞാൻ അന്ന് കൈവച്ച ആളാണ്. എനിക്കൊരനുഭവം ഉണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറത്ത് ആരും പറയേണ്ടതാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, എനിക്കനുഭവമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു സത്യമില്ല നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെയാണ് പിന്നെ റിച്ചാർഡ് ഫെൻമാൻ പറഞ്ഞ കാര്യം, ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് യു മസ്റ്റ് നോട്ട് ഫൂൾ യുവർ സെൽഫ് ആൻഡ് യു ആർ ദ ഈസിയസ്റ്റ് പേഴ്സൺ ടു ഫൂൾ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ലോകത്തെ ഏറ്റവും എളുപ്പത്തിൽ വിഡ്ഢിയാക്കാൻ പറ്റുന്നത് നമ്മളെ തന്നെയാണ് എന്നുള്ളത്. അത് ആദ്യം മനസ്സിലാക്കാതെ നമ്മൾ ഒരു തരത്തിലുള്ള യുക്തിയും നടക്കില്ല. അപ്പോൾ ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞു, എനിക്ക് ബോധ്യമുണ്ട് എന്നതുകൊണ്ട് അത് ശരിയാവുന്നില്ല എന്നുള്ളത്. ഇത് നമ്മളൊക്കെ മനുഷ്യരുടെ നിലയിൽ നമ്മുടെ സംവേദനശേഷിയും നമ്മുടെ ഇതൊക്കെ പരിമിതികളുണ്ട്, നമ്മൾ കാണുന്നതിനൊക്കെ പരിമിതിയുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ എന്താ പറയുക ജ്ഞാനേന്ദ്രിയങ്ങളുടെ പരിമിതികളെ അറിയുകയും കലാപരമായി നമ്മളെ കബളിപ്പിക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായി, യഥാർത്ഥത്തിൽ ഉണ്ടായ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന കലാപരിപാടികളുണ്ട്. അതിനാണ് നമ്മൾ മെൻ്റലിസം, മാജിക് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവരാരും തന്നെ, ഈ കലാകാരന്മാരാരും തന്നെ പറയില്ല ഇതൊക്കെ അതീന്ദ്രിയമായ ശക്തി കൊണ്ടാണ് എന്ന് പറയില്ല. അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ സായിബാബയെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഒരേ സംഗതികളാണ് ചെയ്യുന്നത്. എന്നിട്ട് ദിവ്യാത്ഭുതങ്ങളാണ് അവകാശപ്പെടുന്നു. ഇപ്പോൾ ഒരു ആകാശത്തൊരു കൈവീശി ഒരു കല്ല് വെച്ച് മോതിരെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മജീഷ്യനെ സംബന്ധിച്ചിട്ട് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ മിറക്കിളാണ് എന്ന് പറയാനും വിശ്വസിപ്പിക്കാനും അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കല്ല, കോടിക്കണക്കിന് ആൾക്കാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശേഷൻ പറയുന്ന കാര്യമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഇതെനിക്ക് വ്യക്തിപരമായി അനുഭവമായ കാര്യമാണ്. എന്താണ്? ഇറ്റ് ഹാപ്പൻ ടു മീ പേഴ്സണലി. ഇതിന് ശേഷം പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം അവർ പറയുന്ന വാദമാണ്, ഞാൻ അങ്ങനെ അറിയാത്ത ആളല്ല, ഫിസിക്സിൽ ഡിഗ്രിയുള്ള ആളാണ് ഞാൻ, ഇതും ഫിസിക്സുമായിട്ട് യാതൊരു പൊരുത്തക്കേടും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഹാപ്പൻ ടു മീ പേഴ്സണലി എന്നുള്ളത് ഒന്നുമല്ല, യു ആർ ദി ഈസിയസ്റ്റ് പേഴ്സൺ ടു ഫൂൾ. ഇതാണ് നമ്മളെ ഈ രോമാഞ്ചം അനുഭവിച്ച ആൾക്കാരുടെ പ്രശ്നം. അതെനിക്ക് സംഭവിച്ചതാണ്, അപ്പോൾ അത് വേറെന്തൊരു ശക്തി ഉണ്ട്. അങ്ങനെയല്ല, നിങ്ങളല്ല ഇതിൻ്റെ അതോറിറ്റി. ഇത് പഠിച്ചിട്ടുള്ള ആൾക്കാർ എന്താണ് പഠിച്ചിട്ടുള്ളതെന്ന് അന്വേഷിക്കാനൊരു ബാധ്യത നമുക്കുണ്ട്. അതാണ് 51 AH എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഹാപ്പൻ ടു മീ എന്നുള്ളതാണ് സത്യത്തിൻ്റെയും സാധുതയുടെയും ഏറ്റവും ഉയർന്ന മാനദണ്ഡം എന്ന് വിശ്വസിക്കുന്നതാണ് വലിയൊരു പ്രശ്നം. അപ്പോൾ ഈ ശാസ്ത്രീയ മനോവൃത്തിയുടെ അഭാവം എന്നുള്ളത് നമ്മുടെ ഒരു ദേശീയ രോഗമാണ്. ഏറ്റവും ഉന്നതരായ വ്യക്തികൾ മുതൽ ഏറ്റവും സാധാരണക്കാരായ വ്യക്തികളായിരുന്നു തന്നെ നിലനിൽക്കുന്ന വിശ്വാസങ്ങളെയും ആഖ്യാനങ്ങളുടെയും യാഥാർത്ഥ്യം എന്ത് എന്ന് പരിശോധിക്കാൻ മെനക്കെടുന്നില്ല. അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള പിന്നെ മറുപടിയിൽ വരുന്നത്. അങ്ങനെ ഒരു പണി എനിക്കുണ്ട് എന്ന് ആർക്കും ബോധ്യമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ബോധ്യമുണ്ട്, മതി, അതിനപ്പുറത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇദ്ദേഹം പറയുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ, ഏത് ആ അനുഭവിച്ച് ആ കൈവച്ച ആളാണ്, എന്തോ ഒരു എനർജി ഉണ്ട്, ഞാനല്ല ആ കൈ നീക്കിയത് എന്നുള്ള അദ്ദേഹത്തിന് തോന്നൽ, അത് നുണയല്ല, പക്ഷേ അത് സത്യമാണ്. അദ്ദേഹത്തിന് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ യാതൊരു തർക്കവും കാര്യത്തില്ല. പ്രത്യേകിച്ചും ഓജോ ബോർഡ് പ്രവർത്തിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് അദ്ദേഹം തൊട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാവും. അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് പോലും ഈ ഓജോ ബോർഡ് ഉപയോഗിക്കുമ്പോൾ ഇത് ഞാനല്ല മൂവ് ചെയ്യുന്നത്, ഇത് വേറെ ഏതൊരു ശക്തിയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. അതാണ് എൻ്റെ കാര്യം. ഇത് സംബന്ധിച്ച് ഗവേഷണം ആദ്യത്തെ പേപ്പർ പറയുമ്പോൾ അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ പേപ്പർ കോട്ട് ചെയ്യുന്നത്. ഇത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ പ്രൊഫസറായിട്ടുള്ള റൊണാൾഡ് എ റെൻസിംഗും അദ്ദേഹത്തിന് സഹപ്രവർത്തനം ചെയ്ത് 2012 നടത്തിയൊരു പരീക്ഷണമാണ്, ഓജോ ബോർഡ് ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണമാണ്. അതിൻ്റെ തലക്കെട്ട് കാണാം, എക്സ്പ്രഷൻ ഓഫ് നോൺ കോൺഷ്യസ് നോളേജ് വയ ഐഡിയോമോട്ടോർ ആക്ഷൻസ് എന്നാണ് ആ ഗവേഷണ പ്രബന്ധത്തിൻ്റെ തലക്കെട്ട്. 3 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. ആദ്യ സെഷന് പ്രീ ഓജോ വോളീഷണൽ റിപ്പോർട്ട് എന്ന് പറയും, നടുവിൽ ഒരു ഓജോ റെസ്പോൺസ് എന്ന് പറയും, 3 ABC എന്ന ചിത്രം വരച്ച് നിങ്ങൾക്ക് കാണാം.
അതിൽ ബി എന്നുള്ളതാണ് ഓജോ റെസ്പോൺസ്. മറ്റേത് രണ്ടും നമുക്ക് അറിയാം കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ 3 ഘട്ടങ്ങൾ ചോദിക്കുന്ന ഒരേ തരം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ബ്രസീലിലെ തലസ്ഥാനം ബ്യൂണസ് അയേഴ്സ് ആണോ, 2000 ആണ്ടിൽ സമ്മർ ഒളിമ്പിക്സ് നടന്നത് സിഡ്നിയിലാണോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ്, പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ യെസ് ഓർ നോന്നേ പറയേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഓജോ ബോർഡ് സെഷനിൽ മാത്രം എന്ത് ചെയ്യുന്നത്, കണ്ണ് കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് കാണാൻ നിങ്ങൾക്ക് ഈ കണ്ണ് കെട്ടിയിരിക്കുന്നതാണ്. മറ്റേ 2 സെഷൻ കണ്ണ് തുറന്നാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് യെസ് ഓർ നോ എന്ന് പ്രസ് ചെയ്യുന്നത്. ഇവിടെ യെസ് നോ എന്നുള്ള ഈ ഓജോ ബോർഡിൻ്റെ 2 അറ്റങ്ങളിലേക്ക് ഈ പ്ലാൻഷെറ്റ് നീങ്ങുക എന്നാണ് ചെയ്യേണ്ടത്. നമുക്ക് തൽക്കാലം ഈ ഓജോ റെസ്പോൺസ് എന്നുള്ള സെഷനാണ് നമുക്ക് താല്പര്യമുള്ളത്. അതിൽ ഈ പരീക്ഷണ വിധേയനായിട്ടുള്ള വളണ്ടിയറുടെ കണ്ണ് കെട്ടി നമുക്ക് കാണാം. അയാളുടെ ഇടത് കൈയിലെയും വലത് കൈയിലെയും ചൂണ്ടുവിരൽ ഓജോ ബോർഡിലെ ഈ പ്ലാൻഷെറ്റിൽ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ എതിരെ വേറൊരു വോളണ്ടിയർ ഇരിക്കും നിങ്ങൾക്ക് കാണാം. ഇയാൾ യഥാർത്ഥത്തിലൊരു ഒരു കൺഫെഡറേറ്റ് ആണ്, അതായത് ഈ എക്സ്പെരിമെൻ്ററുടെ പരീക്ഷണം നടത്തുന്ന ആളിൻ്റെ സഹായിയാണ്. അത് പക്ഷേ ആർക്കറിയില്ല, ഈ ഓജോ ബോർഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഇതൊരു കോൺഫെഡറേറ്റ് ആണെന്ന് അറിയില്ല. അയാൾ വിചാരിക്കുന്നത് ഇയാളും ഈ തന്നെ പോലെ തന്നെ ഒരു വോളണ്ടിയറാണ് എന്ന ധാരണയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് കോൺഫെഡറേറ്റിൻ്റെ കണ്ണ് മൂടിക്കെട്ടും. അത് കഴിഞ്ഞ ശേഷം വോളണ്ടിയറിൻ്റെ കണ്ണ് മൂടിക്കെട്ടും. അപ്പോൾ നെക്സ്റ്റ് പണി എന്താ വെച്ചാൽ കൺഫെഡറേറ്റ് അദ്ദേഹത്തിൻ്റെ കണ്ണിലെ കെട്ടഴിച്ച് കളയും. അത് ഇയാൾ അറിയുന്നില്ല. ഈ മനുഷ്യൻ്റെ ധാരണ എന്ന് വെച്ചാൽ എൻ്റെ മുന്നിലിരിക്കുന്നത് കണ്ണ് കെട്ടിയ വേറൊരു വോളണ്ടിയറാണ്, അയാളുടെ കൈയും ഈ പ്ലാൻഷെറ്റിൻ്റെ മുകളിൽ ഉണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നില്ല. യഥാർത്ഥം ചെയ്യുന്നത് അയാളെ നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയാൽ കാണാം, 2 കൈയും മാറി നിൽക്കുന്നുണ്ട്, ഇയാളുടെ കൈ മാത്രമേ ഇവിടെ ഉള്ളൂ. എന്നിട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിൽ യെസ് നോ എന്നതിലേക്ക് മൂവ് ചെയ്ത് പോകണം, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണാം ഇദ്ദേഹത്തിൻ്റെ കണ്ണ് കെട്ടിയിട്ടില്ല, ഇദ്ദേഹത്തിൻ്റെ കൈ അവിടെ വെച്ചിട്ടില്ല. ആകെ ആ പ്ലാൻഷെറ്റിൻ്റെ മുകളിൽ നമ്മുടെ പരീക്ഷണത്തിന് വിധേയനായിട്ടുള്ള വോളണ്ടിയറിൻ്റെ കൈകൾ മാത്രമേ ഉള്ളൂ. അത് ചലിപ്പിക്കാൻ വേറൊരു ശക്തി അവിടെ ഇല്ല. അത് വളരെ വ്യക്തമാണ്. എന്നിട്ട് ഈ ഓജോ ബോർഡിൻ്റെ ഇടത് വലതുള്ള മൂലകളിലേക്ക് യെസ് ഓർ നോ എന്നുള്ളതിലേക്ക് നീക്കുമ്പോൾ നീക്കുന്നതാണ് അയാൾ ചെയ്യേണ്ട കാര്യം. അത് നമുക്കറിയാം, അയാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, വേറൊരാളും അവിടെ ഇല്ല, കൈ വെച്ചിട്ടില്ല. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, കണ്ണ് കെട്ടിക്കൊണ്ട് ഓജോ ബോർഡ് കളിക്കാൻ പറ്റില്ല. അതൊരു ബേസിക്കായിട്ടുള്ള കാര്യമാണ്. കണ്ണ് കെട്ടിയാൽ പിന്നെ ഈ എസ് ഓർ നോ ആവാം, 2 കോർണറിലാണെന്ന് നമുക്ക് അറിയുന്നതുകൊണ്ട് അങ്ങോട്ട് മൂവ് ചെയ്യാം. അതല്ലാതെ ഓരോ അക്ഷരത്തിൽ ABCDEFGH ഇത് എല്ലാ അക്ഷരങ്ങളിലേക്കും അക്കങ്ങളിലേക്കും കൊണ്ടുപോകുക എന്നുള്ളത് കണ്ണ് കെട്ടിയാൽ പറ്റില്ല. കണ്ണ് കെട്ടിയാൽ അപ്പോൾ തന്നെ പ്രേതം ഇല്ലാതായി പോകും. ആ ഒരു വീഡിയോ കൂടെ കാണിച്ചിട്ട് പിന്നെ നമുക്ക് വീണ്ടും ഈ റെൻസിങ്ങിൻ്റെ പരീക്ഷണത്തിലേക്ക് വരാമെന്ന് വിചാരിക്കാം. ഈ കണ്ണ് കെട്ടിയാൽ വർക്ക് ചെയ്യില്ല എന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. പ്രേതങ്ങൾക്ക് കണ്ണ് കാണില്ല. ഈ വീഡിയോ നാഷണൽ ജിയോഗ്രാഫിക്കിൻ്റെ വീഡിയോ ആണ്. ഇത് വീഡിയോ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ കാര്യം ഇതാണ്, കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ ഇത് അതുവരെ വളരെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന മുത്തച്ഛൻ്റെ പ്രേതം ഇത് കളിക്കുന്ന ആൾക്കാരുടെ കണ്ണ് കെട്ടിയതോടെ അവർക്ക് പിന്നെ മുത്തച്ഛൻ ഒന്നും തിരിയുന്നില്ല. മുഴുവൻ തെറ്റാണ് കാണിക്കുന്നത്, മുഴുവൻ അബദ്ധം. ഏത് കൊല്ലം മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒരക്കത്ത് പോലും എത്താൻ പറ്റുന്നില്ല. അതാണ് ആ വീഡിയോ കാണിക്കേണ്ടിയിരുന്നത്. ആ വീഡിയോ കണ്ടാൽ അറിയാം. കണ്ണ് കെട്ടിയ അപ്പോൾ കണ്ണ് തുറന്നിരുന്ന ഈ യെസ് ഓർ നോ എന്നുള്ളത് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം അത് പരിചയമുണ്ട്. പക്ഷെ വളരെ പരിചയമായ ഒരു അക്യുറേഷൻ ചെയ്യാൻ പറ്റിയേക്കാം. സാധാരണ നിലക്കാർക്കും അങ്ങനെ പറ്റില്ല, കാരണം അത്രയും ചോയ്സസ് ഉള്ളതുകൊണ്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റെൻസിങ്ങിൻ്റെ പരീക്ഷണത്തിൽ തിരിച്ചു പോവാണ്. ഈ ഓജോ റെസ്പോൺസ് സെഷനിൽ പങ്കെടുക്കുന്ന വളണ്ടിയറോട് ആവശ്യപ്പെടുന്നത് ഈ പ്ലാൻഷെറ്റ് മൂവ് ചെയ്യുന്നവരെ കാത്തിരിക്കുക, അതിനുശേഷം യെസ് ഓർ നോ എന്ന ഉത്തരത്തിലേക്ക് എത്തുന്നതുവരെ എൻ്റെ ചലനത്തെ പിന്തുടരുക എന്നുള്ളതാണ്. ഈ കണ്ണ് കെട്ടിയിരിക്കുന്നതുകൊണ്ട് അയാളുടെ മുൻഭാഗത്തിരിക്കുന്ന ആൾ ഇതിൽ കൈ വെച്ചിട്ടില്ല എന്നുള്ള കാര്യം ഈ വ്യക്തിക്ക് അറിയില്ല. ഇത് ചെയ്ത ശേഷം ഈ യെസ് ഓർ നോ ചോദ്യങ്ങളൊക്കെ ഇതിന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ നിരൂപ് പറയുന്ന അനുഭവം യഥാർത്ഥമായി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. അദ്ദേഹം വ്യാജമായി പറയുന്നതല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് ഇതാക്കുന്നത്. കാരണം ഈ റെൻസിങ്ങിൻ്റെ പരീക്ഷണത്തിൽ ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ അവരും അവരുടെ കാര്യത്തിലും ഇതൊക്കെ കൃത്യമായി യെസ് ഓർ നോ എന്നുള്ള ഉത്തരങ്ങളിലേക്ക് പോയിട്ടുണ്ട്. മറുഭാഗം അവർ വിചാരിക്കുന്നത്, ഇതിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ വിചാരിച്ചത് ഈ കൂടിയിരിക്കുന്ന ആൾ എന്നെ പറ്റിക്കുകയാണ്, അയാളാണ് തള്ളിക്കൊണ്ട് പോകുന്നത് എന്നാണ് ധരിച്ചതെന്നാണ് പല ആൾക്കാരും. എന്താണ് കാരണം എന്നറിയില്ല, അയാൾ ചെയ്തതാണെന്ന് ആരും പറഞ്ഞില്ല എന്നുള്ളതാണ്. ഓൾ പാർട്ടിസിപ്പൻസ് റിപ്പോർട്ടഡ് ദാറ്റ് ദേ വെർ ഓൺലി ഫോളോയിങ് ദ മൂവ്മെൻറ്റ്, ദേ നെവർ ഇൻഡ്യൂസ്ഡ് ഇറ്റ്. അവർ ചെയ്തതേ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഇത് യഥാർത്ഥമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഈ റെൻസിങ്ങിൻ്റെ പരീക്ഷണത്തിൽ വോളണ്ടിയർമാരുടെ കൈ തൊട്ടിരുന്ന, അവരുടെ കൈ മാത്രം തൊട്ടിരുന്ന, വേറെ ആരും തൊടാതിരുന്ന ഈ പ്ലാൻഷെറ്റ് യെസ് ഓർ നോ സ്ഥാനങ്ങളിലേക്ക് നീങ്ങി. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ആ പേപ്പറിൻ്റെ തലക്കെട്ടിലൊരു വാക്ക് നിങ്ങൾക്ക് കാണാം, എക്സ്പ്രഷൻ ഓഫ്
നോൺ കോൺഷ്യസ് നോളജ് വയ ഐഡിയോ മോട്ടോർ ആക്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഈ ഐഡിയോ മോട്ടോർ ആക്ഷൻ എന്നുള്ളത് നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ യുക്തിവാദി ഗ്രൂപ്പുകളിലുള്ള ആൾക്കാരൊക്കെ തന്നെ പിന്നെ ഡൗസിങ്ങിൻ്റെ കാര്യത്തിലായാലും ഓജോ ബോർഡിൻ്റെ കാര്യത്തിലായാലും ഒക്കെ അതിനെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഐഡിയോ മോട്ടോർ ആക്ഷൻ എന്നുള്ളത്. അത് തൽക്കാലം ഞാൻ ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതാണ് ഏറ്റവും അവസാന ഭാഗത്ത് വളരെ വിശദമായി പറയാനുള്ളത്. ആ വാക്ക് നമുക്ക് തൽക്കാലം അവിടെ നിർത്താം. എന്നിട്ട് സെൻസ് ഓഫ് ഏജൻസിയുടെ പിന്നാലെയാണ് നമുക്ക് പോകാനുള്ളത്. എന്താണ് നിരൂപും മറ്റുള്ള സുഹൃത്തുക്കളും പറയുന്ന അവരുടെ വ്യക്തി അനുഭവം? അവർ ശരിക്കും അനുഭവിച്ചത് എന്താണ്? അതവരുടെ സെൻസ് ഓഫ് ഏജൻസി, ലോസ് ഓഫ് സെൻസ് ഓഫ് ഏജൻസി എന്ന് പറയാം. കർത്തൃത്വ ബോധത്തിൻ്റെ നഷ്ടപ്പെടൽ എന്നാണ് സംഭവിക്കുന്നത്. ചെയ്തത് അവർ തന്നെയാണ്. വേറെ ആരും, ഞാൻ റൺസിങ്ങിൻ്റെ പരീക്ഷണത്തിൽ കണ്ടതുപോലെ വേറൊരാളും ഇവിടെ കൈവച്ചിട്ടില്ല, അത് നീക്കാൻ വേറെ ആരുമില്ല, ഇയാൾ തന്നെയാണ് നീക്കിയെന്നുള്ളത് 100% ഉറപ്പാണെങ്കിൽ പോലും അവരനുഭവിക്കുന്നത് ഞങ്ങൾ ചെയ്തു എന്നല്ല, ഞങ്ങൾ ചെയ്തിട്ടില്ല, വേറെ ആരോ ചെയ്തു, ഒന്നുകിൽ എതിരായിട്ടുള്ള ആൾ ചെയ്തു, അല്ലെങ്കിൽ വേറെന്തോ ശക്തി കൊണ്ട് നീങ്ങി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ സെൻസ് ഓഫ് ഏജൻസി എന്നുള്ളത് ഇതാണ്, അവനവൻ്റെ ശരീരചലനം അവനവൻ ഉണ്ടാക്കുന്നതാണ് എന്ന് ബോധ്യപ്പെടാത്തൊരവസ്ഥയാണ് അവിടെ സംഭവിച്ചത്. അത് ഇത്തരം കാണാമല്ലോ. ഇത് പിന്നെ പാട്രിക് ഹഗാർഡ് എന്ന് പറഞ്ഞിട്ട് ഈ സെൻസ് ഓഫ് ഏജൻസീൻ്റെ രംഗത്ത് പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലുള്ള പ്രൊഫസർ ഓഫ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്: ദ സെൻസ് ഓഫ് ഏജൻസി ഈസ് ദ ഫീലിംഗ് ഓഫ് മേക്കിംഗ് സംതിങ് ഹാപ്പൻ. ഇറ്റ് ഈസ് ദ എക്സ്പീരിയൻസ് ഓഫ് കൺട്രോളിംഗ് വൺസ് ഓൺ മോട്ടോർ ആക്ട്സ് ആൻഡ് ത്രൂ ദം ദ കോഴ്സ് ഓഫ് എക്സ്റ്റേണൽ ഇവൻറ്റ്സ്. നമ്മൾ ഏതെങ്കിലും ഒരു സംഗതി ചെയ്തു, സംഭവിപ്പിച്ചു, നടത്തി എന്നുള്ള തോന്നലാണ് സെൻസ് ഓഫ് ഏജൻസി. അപ്പോൾ സ്വന്തം ചേഷ്ടകളെ താൻ സ്വയം നിയന്ത്രിക്കുന്നു, അതുവഴി ബാഹ്യലോകത്തെ സ്ഥിതികളെ നിയന്ത്രിക്കുന്നു എന്നുള്ള ഒരു വ്യക്തിയുടെ അനുഭവത്തെയാണ് നമ്മൾ സെൻസ് ഓഫ് ഏജൻസി, കർത്തൃത്വ ബോധം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മൊബൈൽ എടുക്കുന്നു, ഇത് ഞാൻ ചെയ്തു, ഐ ഡിഡ് ഇറ്റ് എന്നുള്ളൊരു ബോധം എനിക്കുണ്ട്, ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സെൻസ് ഓഫ് ഏജൻസി എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അവർ തന്നെയാണ് നീക്കിയത്, പക്ഷേ അവർ ചെയ്തതല്ല, വേറെ ആരോ ചെയ്തതാണെന്നുള്ള ബോധം ഉണ്ടാവുന്നു. അപ്പോൾ ഇതാണ് കർത്തൃത്വ ബോധത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓജോ ബോർഡ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വളരെ ആധികാരികമായിട്ടുള്ളൊരു ഗവേഷണ പ്രബന്ധം 2019, അതാണ് രണ്ടാമത് കാണിച്ചത്. ഡെൻമാർക്കിലെ ആഹേസ് യൂണിവേഴ്സിറ്റിയിലെ മാർക്ക് ആൻഡേഴ്സും സഹപ്രവർത്തകരുമാണ് ഇത് ചെയ്തത്. പ്രെഡിക്റ്റീവ് മൈൻഡ്സ് ഇൻ ഓജോ ബോർഡ് സെഷൻസ് എന്നാണ് ആ പേപ്പറിൻ്റെ ടൈറ്റിൽ. ഈ പേപ്പറാണ് നമുക്ക് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കാനുള്ളത്. ആ തൽക്കാലം നമ്മൾ ഈ ഘട്ടത്തിൽ അതിലെ ഒരു വാചകം ഇവിടെ ഉദ്ധരിച്ചിട്ട് കാണാം. അത് ഏകദേശം തർജ്ജമ എങ്ങനെയാണ്: കർത്തൃത്വ ബോധത്തെ അല്ലെങ്കിൽ സെൻസ് ഓഫ് ഏജൻസിയെ എങ്ങനെ എത്രയും വിശ്വസനീയമായി മാറ്റിമറിക്കാൻ കഴിയും, ക്യാൻ ബി കൺവിൻസിംഗ്ലി മാനിപ്പുലേറ്റഡ്. ഇതിനുള്ള ഉദാഹരണമാണ് ഓജോ ബോർഡ് കളി. കളിയിൽ പങ്കെടുത്തുകൊണ്ട് പ്ലാൻ സെറ്റ് നീക്കി പല വാക്കുകളും എഴുതി വായിച്ച ശേഷം ഈ ആളുകളെല്ലാവരും ആ കരു യഥാർത്ഥത്തിൽ നീക്കിയത് തങ്ങളല്ല, മറിച്ച് അദൃശ്യമായ ഏതോ ഒരു സത്തയാണെന്ന് അവകാശപ്പെടുന്നു. ഓജോ ബോർഡ് കളിക്കുമ്പോൾ സംഭവിക്കുന്ന മാനിപ്പുലേഷൻ ഓഫ് ദ സെൻസ് ഓഫ് ഏജൻസി, കർത്തൃത്വ ബോധത്തിലുള്ള മാറ്റിമറിക്കൽ അത്രത്തോളം വിശ്വസനീയമായി അവർക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഞാനിവിടെ ഓജോ ബോർഡ് കളി അല്ലെങ്കിൽ വിജ ബോർഡ് കളി എന്ന് പറയുന്നത് മനഃപൂർവ്വമാണ്, ബോധപൂർവ്വമാണ്. അതിൻ്റെ ചരിത്രത്തെ സൂചിപ്പിക്കാനാണ്. ഈ 19ാം നൂറ്റാണ്ടിലാണ് ഓജോ ബോർഡ് ജന്മമെടുത്തത്. യഥാർത്ഥത്തിൽ അതൊരു കളിക്കോപ്പായിട്ടാണ്. ഇതതിൻ്റെ പാറ്റൻ്റ് അപ്ലിക്കേഷൻ്റെ ചിത്രമാണ്. ആ പാറ്റൻ്റിൽ നമുക്ക് കാണാം ടോയ് ഓർ ഗെയിം എന്നാണ്. EJ ബോണ്ട് എന്നൊരാളുടെ പേരിലാണ് അതിൻ്റെ പാറ്റൻ്റ് ഇരിക്കുന്നത്. 1891 അതിൻ്റെ ഡേറ്റൊക്കെ കാണാം. പാറ്റൻ്റ് February 10, 1891. ഒരു കളിക്കോപ്പായിട്ടാണ് ഇത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പാറ്റൻ്റ്. ബാൾട്ടിമോറിൽ ഒരു വ്യക്തിയാണ് ഇതിൻ്റെ നിർമ്മാണം പാറ്റൻ്റ് എടുക്കുന്നത്, കെന്നാർഡ് നോവൽറ്റി കമ്പനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെ കൈമാറി വേറെ ഹാസ്ബ്രോ എന്നൊരു കമ്പനി ഇപ്പോഴും അത് ആ പാറ്റൻ്റൊക്കെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ആ പാറ്റൻ്റെ ചില ചിത്രങ്ങളാണ്, ഇത് ആ പ്ലാൻസെറ്റിൻ്റെ ചിത്രങ്ങളാണ്. അതിൻ്റെ കാലുകളൊക്കെ കാണാം. അത് രണ്ടും കൂടിയുള്ള ചിത്രമാണ് അവിടെ. ഇൻവെൻറ്റർ എലൈയ ജെ ബോണ്ട് അതിൻ്റെ കാണാം, എലൈയ ബോണ്ട്. ഇതാണ് എലൈജ ജെഫേഴ്സൺ ബോണ്ട് എന്ന് വിക്കിപീഡിയയിൽ അയാളുടെ പേരെ കാണാം. ഈ കണ്ടുപിടിച്ച ആളുടെ പേരാണ് കേട്ടോ അത്. ഇതിനെങ്ങനെ ഈ പേര് കിട്ടിയത്? വിജ ബോർഡിന് പേര് കിട്ടുന്ന വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. ബോർഡിന് എന്ത് പേര് നൽകണം എന്നുള്ളതിനെ പറ്റിയിട്ട് തീരുമാനിക്കാൻ വേണ്ടി ഇവരൊരു വിജ ബോർഡ് സെഷൻ നടത്തും. വിജ ബോർഡ് എടുത്തു വെച്ച് ഈ എലിജ ബോണ്ടിൻ്റെ ഭാര്യ സഹോദരി ഒരു സ്ത്രീയുണ്ട്, ഹെലൻ പീറ്റേഴ്സ് നോസ്വർത്തി ആണ്. ഹെലൻ പീറ്റേഴ്സ് അവരുടെ നേതൃത്വത്തിൽ ഒരു വിജ ബോർഡ് സെഷൻ നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ
തെളിഞ്ഞു വന്ന പേരാണ് ഈ OUIJA എന്നുള്ള പേര്. അപ്പോൾ ഈ പിന്നെ ഹെലൻ പീറ്റേഴ്സിൻ്റെ കഴുത്തിലൊരു മാലയുണ്ട്, ഒരു ലോക്കറ്റ്. ആ ലോക്കറ്റിൽ ഒരു സ്ത്രീയുടെ ചിത്രമുണ്ട്. ആ സ്ത്രീയുടെ പേര് പിന്നെ OUIDA എന്നാണ്. നമുക്ക് എന്താ പറയുക, പിന്നെ വീഡ എന്നാണോ, വീഡ എന്നാണ് അവരുടെ പേര്. OUIDA എന്ന് എഴുതും, വീഡ എന്ന് വായിക്കും. ഇത് OUIJA എന്നാണ് ഇതിൻ്റെ പേര് വന്നത്, വീജ എന്ന് വായിക്കും. ഈ പിന്നെ ഇവിടെ പിന്നെ ഓട എന്ന് പറഞ്ഞാൽ ഈ വീഡ എന്ന് പറഞ്ഞ വ്യക്തി അന്നത്തെ ഒരു പ്രസിദ്ധ നോവലിസ്റ്റാണ്. അവരുടെ പേരൊക്കെ നിങ്ങൾക്ക് ആ വിക്കിപീഡിയ പേജിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാണാം. ആ 19ാം നൂറ്റാണ്ടിൽ ഒരു പ്രസിദ്ധ നോവലിസ്റ്റാണ്. ആ നോവലിസ്റ്റിൻ്റെ പിന്നെ ആരാധികയായിരുന്നു ഇവർ. അപ്പോൾ അവരുടെ ഒരു ലോക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും ഈ പേര് എന്താണ് വന്നത്, ഈ ലോക്കറ്റുള്ള പേരാണ് വന്നത്. അതൊരു യാദൃച്ഛികതയാണ്, അല്ലെങ്കിൽ പ്രേരത്തിന് അറിയില്ലല്ലോ ഇതൊന്നും. ഞങ്ങളെ സ്വാഭാവികം എന്നുള്ള ഞാൻ എഴുതി വെച്ചതാണ്. 1839 മുതൽ 1908 വരെ ജീവിച്ച ഒരാളാണ് ഈ വീഡ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിസ്റ്റ്. ഈ ബോണ്ടിൻ്റെ ഭാര്യ സഹോദരിയുടെ കാർമ്മികത്വത്തിൽ വീജ ബോർഡിന് പേര് നൽകിയ ആ മുറി ഇപ്പോഴും പിന്നെ ബാൾട്ടിമോറിലുണ്ട് കേട്ടോ. അവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോർ നടക്കുകയാണ്, പലചരക്ക് കടയാണ്. 7-Eleven കൺവീനിയൻസ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോർ ഇപ്പോഴും ആ റൂമിൽ ഇപ്പോഴും ആ സ്റ്റോർ നടക്കുന്നുണ്ട്. അവിടെ 2015 ബാൾട്ടിമോറിൽ ഒരു വീജ കോൺഫറൻസ് നടത്തും, അന്താരാഷ്ട്ര വീജ കോൺഫറൻസ്, വീജാകോൺ 2015. അവരുടെ താല്പര്യത്തിൽ അവിടെ ഇതിൻ്റെ ചരിത്രം പറയുന്നൊരു ബോർഡ് ആ മുറിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു ഫലകം. ആ ഫലകത്തിൽ ഈ വീജ എന്ന പേര് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പറഞ്ഞ ചരിത്രം, വീഡ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരിയുടെ ഫോട്ടോ അതൊക്കെ അടക്കം, ആ പിന്നെ ഫോട്ടോയുള്ള ലോക്കറ്റിൻ്റെ കാര്യം അതൊക്കെ അടക്കം എഴുതിയിട്ടുള്ളൊരു ഫലകം അവിടെ കാണാം. അപ്പോൾ ഈ കോൺഫറൻസിനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പിന്നാലെ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ എടുത്ത് പറയാൻ കാരണം, എൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. ഈ 19ാം നൂറ്റാണ്ടിലെ ഒരു കളിപ്പാട്ടമാണ് വീജ ബോർഡ് എന്ന് പറയാനുള്ള പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ചരിത്രം ഒന്ന് വിശദീകരിച്ച ഒരു കാരണം. ഈ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സംവേദനശേഷി, ഗ്രഹണശേഷി, കർത്തൃത്വശേഷി, ഇതിലൊക്കെ പരിമിതികളെയും പ്രത്യേകതകളെയും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാജീഷ്യൻസും മെൻ്റലിസ്റ്റുകളും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഈ പ്രത്യേകതകൾ ഉപയോഗിക്കുന്ന പലതരം വിനോദോപാധികൾ, കളിപ്പാട്ടങ്ങൾ 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിൻ്റെ പേര് തോമാട്രോപ്പ് എന്നാണ്. 1825 നമ്മുടെ വീജ ബോർഡിൻ്റെ ഒക്കെ കുറേ കൊല്ലം മുമ്പുള്ളൊരു പിന്നെ കളിപ്പാട്ടമാണ്. അയർട്ടൺ പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഉണ്ടാക്കിയതാണ്, ഇംഗ്ലീഷുകാരനാണ്. കളിപ്പാട്ട നിർമ്മാണം വളരെ ലളിതമായിട്ടുള്ള ഉപകരണമാണ്. അപ്പോൾ വൃത്താകൃതിയിലുള്ളൊരു ഡിസ്ക്കാണ് നമ്മൾ അതിൻ്റെ ബേസിസ്. അതിൻ്റെ 2 ചരട് 2 സൈഡിൽ വലിച്ചിട്ട് അതിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ 2 ഭാഗത്തുള്ള ചിത്രങ്ങൾ മാറി മാറി വരും. അപ്പോൾ ഒരു ഭാഗത്തൊരു പക്ഷിയും ഒരു ഭാഗത്തൊരു കൂടുമാണെങ്കിൽ ആ പക്ഷി കൂടുതലായത് നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു സാധനമാണ് തോമാട്രോപ്പ്. ഈ തോമാട്രോപ്പ് തുടങ്ങിയിട്ട് സിനിമാ തിയേറ്റർ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്ക്രീനുകളിൽ നമ്മൾ കാണുന്ന ചലനചിത്രങ്ങൾ അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്നത് ഏറെക്കുറെ ഒരേ സംഗതിയുടെ മുകളിലാണ്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഒരു സവിശേഷ സ്വഭാവമാണ് അത് പ്രയോജനപ്പെടുത്തുന്നത്. അത് കാരണം ഒന്നിനു പിറകെ ഒന്നായിട്ട് വരുന്ന ദൃശ്യങ്ങൾ ഒരു സെക്കൻഡിൽ ഒരു 10-12 കൂടുതലായാൽ നമ്മളതിനെ ചലനമായിട്ടാണ് കാണുക. അപ്പോൾ ആ ഒരു പ്രത്യേകതയാണ് ഈ തോമാട്രോപ്പ് മുതൽ സിനിമ വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തോമാട്രോപ്പ് എന്നതുപോലെ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേകതയെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ വീജ ബോർഡ്. ഇതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് നമ്മൾ വിചാരിക്കരുത്. അപ്പോൾ കാരണം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതെങ്ങനെയാണ്, എത്രത്തോളം വേഗതയിൽ ചിത്രങ്ങൾ മാറുമ്പോൾ അത് കാഴ്ചക്കാരന് സ്വാഭാവിക ചലനമായിട്ട് അനുഭവപ്പെടും, അതെങ്ങനെ ഈ ഫ്രെയിമുകൾ കണ്ണിൽ പതിയാണ്, അതിൻ്റെ ദൃശ്യങ്ങൾ എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം, ഇതൊക്കെ പിൽക്കാലത്ത് വന്നിട്ടുള്ള അറിവുകളാണ്. ഈ ഒരു കണ്ടിന്യൂറ്റി ഇല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനത്തിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ സിനിമ വരെയുള്ള ഈ വിനോദോപാധികൾ വർക്ക് ചെയ്യുന്നത്, അതുപോലെ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവർ ഉപയോഗിക്കുന്നത്, ഈ ഓജോ ബോർഡ് ഉപയോഗിക്കുന്നത് നമുക്ക് പറയാം. അതെങ്ങനെയാണ് ചെയ്താണ് സെൽഫ് ഓണർഷിപ്പ് ഓഫ് ആക്ഷൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം അവെയർനെസ് ഓഫ് ആക്ഷൻസ് എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ മസ്തിഷ്കം അതിനൊപ്പം ചേർത്ത് വെക്കുന്ന സെൻസ് ഓഫ് ഏജൻസി. ഞാൻ ഇതെടുത്തു എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു അധിക പ്രസംഗമായിട്ട് എല്ലാവർക്കും തോന്നും. അതെല്ലാവരും അങ്ങനെ തന്നെയല്ല, എന്തൊരു വിശേഷം. കാരണം ഓരോ തവണയും നമ്മുടെ ഓരോ പ്രവൃത്തിയുടെ കൂടെ മസ്തിഷ്കം കൂട്ടിച്ചേർക്കുന്നൊരു കാര്യമാണ് ഇത് ഞാനെടുത്തു എന്നുള്ളത്. അപ്പോൾ ഈ 2 സംഗതികളും പ്രത്യേകമായിട്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകത. അപ്പോൾ ഈ
മസ്തിഷ്കം ഓരോ പ്രവൃത്തിയും കൂടെ ചേർത്ത് വെക്കുന്ന ഈ സെൻസ് ഓഫ് ഏജൻസി, കർത്തൃത്വ ബോധം എന്നതിനെ, ആ സ്വാഭാവിക അനുഭവത്തിനെ, അതിനെ ഒരു മായാവിഭ്രമത്തിലാക്കുക, ഒരു ഡെല്യൂഷൻ ഓഫ് ദ സെൻസ് ഓഫ് ഏജൻസി. അതാണ് ഓജോ ബോർഡ് ചെയ്യുന്ന കാര്യം. കാരണം എന്താ വെച്ചാൽ മസ്തിഷ്ക പ്രവർത്തനത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് പ്രവൃത്തികളെക്കുറിച്ചുള്ള ബോധവും ആ പ്രവൃത്തി അവനവൾ ചെയ്തു എന്നുള്ള കർത്തൃത്വ ബോധവും രണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് സാധിക്കുന്നത്. ഇപ്പോൾ ബീജ ബോർഡ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഡെല്യൂട്ട്സ് അവർ സെൻസ് ഓഫ് ഏജൻസി എന്ന് പറയാം. ഒരു നേരത്തെ പറഞ്ഞ പോലെ മേശപ്പുറത്ത് നിന്ന് ഒരു സാധനം എടുക്കുമ്പോൾ അത് ചെയ്യുന്നത് ഞാനാണെന്ന് എനിക്ക് ആ ഒരു സംശയവുമില്ല. അതായത് സെൻസ് ഓഫ് ഏജൻസി, ദ എക്സ്പീരിയൻസ് ഓഫ് കൺട്രോളിങ് വൺസ് ഓൺ മോട്ടോർ ആക്ട്സ്, അതായത് സെൻസ് ഓഫ് ഏജൻസി എനിക്കുണ്ട്. ഈ കർത്തൃത്വ ബോധത്തെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ബീജ ബോർഡ് ചെയ്യുന്നത്. മാർക്ക് ആൻഡേഴ്സിൻ്റെ വാക്കിൽ നമ്മൾ നേരത്തെ കണ്ടു, സെൻസ് ഓഫ് ഏജൻസി ക്യാൻ ബി കൺവിൻസിംഗ്ലി മാനിപ്പുലേറ്റഡ്. ബീജ ബോർഡ് സെഷൻസ് ടു എക്സംപ്ലിഫൈ ഹൗ സെൻസ് ഓഫ് ഏജൻസി ക്യാൻ ബി കൺവിൻസിംഗ്ലി മാനിപ്പുലേറ്റഡ് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏതോ ഒരു നമ്മളിവിടെ കൃത്യമായി കണ്ടു, അവനവൻ തന്നെ ചെയ്യുന്നതാണ്, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, തീർച്ചയായും നമ്മൾ തന്നെ ചെയ്തതാണെങ്കിൽ പോലും ഞാൻ ചെയ്തതല്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ നമ്മുടെ സെൻസ് ഓഫ് ഏജൻസിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ആ ബീജ ബോർഡിൻ്റെ ജന്മനഗരമായിട്ടുള്ള ബാൾട്ടിമോറിൽ എന്തായിട്ടുള്ളത്, അവിടെ 2015 നടന്ന ബീജാക്കോണിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ബീജാക്കോൺ 2015. അതിൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ബീജ ബോർഡ് തൽപരരായിട്ടുള്ള വ്യക്തികൾക്കിടയിലാണ് മാർക്ക് ആൻഡേഴ്സിൻ്റെ ഈ പഠനം നടന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കോൺഫറൻസിനെ കുറിച്ച് പറഞ്ഞത്. അവിടെ വന്ന വോളണ്ടിയേഴ്സിൻ്റെ ഇടയിലാണ്, യഥാർത്ഥ ലോകത്താണ് ഈ പരീക്ഷണം നടന്നിട്ടുള്ളത്. ഇത് 2013 സ്ഥാപിക്കപ്പെട്ടുള്ള ഒരു ടോക്കിംഗ് ബോർഡ് ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി എന്നൊരു സംഘടനയാണ് ആ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ സമ്മേളനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോഴും അവരുടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ അവർ പറഞ്ഞൊരു വാചകം ഇതിനെയാണ്: ബീജ ബോർഡ് അനുഭവത്തിന് പിന്നിലെ പ്രതിഭാസം എന്തെന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ മാർക്ക് ആൻഡേഴ്സൺ എന്ന ഡെൻമാർക്കുകാരനായ പരീക്ഷണ മനഃശാസ്ത്ര ഗവേഷകൻ ബീജ ബോർഡ് ഉപയോക്താക്കൾക്ക് പ്രത്യേകമായ കണ്ണടകൾ നൽകിക്കൊണ്ട് അവരുടെ കണ്ണിലെ കൃഷ്ണമണിയുടെ ചലനത്തെ പിന്തുടരുക എന്ന പരീക്ഷണം നടത്തുകയുണ്ടായി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സൈറ്റിൽ പോയാൽ നമുക്ക് കാണാം. മാർക്ക് ആൻഡേഴ്സിൻ്റെ കാര്യം പറയാം. എക്സ്പെരിമെൻറ്റ്സ് വിത്ത് സ്പെഷ്യൽ ഗോഗിൾസ് ദാറ്റ് ട്രാക്ക് ദ പ്യൂപ്പിൾസ് ഓഫ് ദി യൂസേഴ്സ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, കണ്ണില്ലാതെ നടക്കില്ല. കണ്ണില്ലാതെ ഇത് കാണാൻ പറ്റില്ല എന്ന്, കളിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്ക് ആൻഡേഴ്സൺ അതിന് ശ്രദ്ധിക്കുന്നത്, ഇവരെ കണ്ണിൻ്റെ ചലനങ്ങൾ നോക്കിയാൽ ഇത് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നു. കുറച്ച് വിശദമായിട്ട് നമുക്ക് ആ പഠനത്തിലേക്ക് പോവാം. അപ്പോൾ അതാണ്, ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ എ നാച്ചുറൽ സെറ്റിംഗ് വി പ്രൊവൈഡ് എവിഡൻസ് ഫോർ വൈ ബീജ ബോർഡ് യൂസേഴ്സ് എക്സിബിറ്റ് എ റെഡ്യൂസ്ഡ് സെൻസ് ഓഫ് ഏജൻസി. ഇതാണ് പറയുന്നത്. എന്തുകൊണ്ട് ഒരു ഓജ ബോർഡ് ഉപയോക്താക്കൾക്ക് കർത്തൃത്വ ബോധത്തിൽ കുറവ് അനുഭവപ്പെടുന്നു എന്നതിനെക്കുറിച്ചിട്ട് സ്വാഭാവിക സാഹചര്യങ്ങളിലും തെളിവുകൾ ഇതാദ്യമായി ഞങ്ങൾ സമർപ്പിക്കുന്നു എന്നാണ് ഈ പേപ്പറിനെ കുറിച്ച് അവർ പറയുന്നൊരു കാര്യം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്, കളിക്കാരുടെ കണ്ണ് കെട്ടിയാൽ പിന്നെ കളി നടക്കില്ല. അതുകൊണ്ട് ഈ കളിക്കാർ ഓരോ ബോർഡിലും ഓരോ അക്കങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ അവരുടെ പ്യൂപ്പിളിൻ്റെ ചലനങ്ങളെ പിന്നെ ഒരു ഗോഗിൾ വെച്ചിട്ട്, ഒരു ഐ ട്രാക്കർ വെച്ചുകൊണ്ട് പരിശോധിക്കാനുള്ളതാണ് മാർക്ക് ആൻഡേഴ്സൺ സംഘം ചെയ്തത്. ഇതാണ് ആ പേപ്പറിലെ തന്നെ ഒരു ചിത്രമാണിത്. ഇതാണ് സെറ്റപ്പ്. ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 2 പേര് അപ്പുറം ഇരിക്കും. അപ്പോൾ 140 പേരെയാണ് ഇത് വോളണ്ടിയർമാരായിട്ട് തിരക്കുന്നത്. അവരെ 2 പേരുള്ള 20 ജോഡികളാക്കി തിരിക്കും. എന്നിട്ട് ഓരോ ആളുടെയും കണ്ണിൽ വീഡിയോ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള പ്രത്യേക കണ്ണടകൾ വെക്കും. എന്നിട്ട് ഈ ഐ ട്രാക്കേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ നിമിഷത്തിലും ഓരോ കളിക്കാരനെയും കണ്ണ് എവിടെയാണ് പോകുന്നത് എന്നവർ ട്രാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എളുപ്പപ്പണിയാണ് വിചാരിക്കരുത്. ഈ ഐ ട്രാക്കറിൽ നിന്ന് ലഭിക്കുന്ന വീഡിയോ അനോട്ടേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് 2 കോഡർമാർ പരിശോധിക്കും. ഈ കരു നീങ്ങിയ അക്ഷരത്തിലേക്കാണോ അല്ല മറ്റെവിടത്തെങ്കിലും ആണോ ഓരോ കളിക്കാരനും നോട്ടം നോക്കിക്കൊണ്ടിരുന്നത് എന്നത് ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഒന്ന് അനോട്ടേറ്റ് ചെയ്യാൻ ഏകദേശം 1.5 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞത്. അങ്ങനെ 4 മണിക്കൂർ ദൈർഘ്യമുള്ള ടോട്ടൽ വീഡിയോ മുഴുവൻ അവർ അനോട്ടേറ്റ് ചെയ്തു. ഓരോ ഗ്രൂപ്പും 2 സെഷനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യത്തെ സെഷൻ ബാൾട്ടിമോർ എന്നെഴുതിയ വാക്ക് സ്പെല്ല് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം B, പിന്നെ ALTMORE. ഒരു തർക്കമില്ല, എല്ലാവർക്കും അറിയാം. അത് അവരുടെ മനസ്സിൽ നിന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല, അവരുടെ മനസ്സിൽ നിന്ന് എടുത്തിട്ട് ഈ BALTIMOR എന്നവർ സ്പെല്ല് ചെയ്യണം. ഈ 2 പേര് ചേർന്നാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവർ 2 പേരുടെയും കണ്ണിലെ ചലനങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് രേഖപ്പെടുത്തി വെക്കും. അതാണ് ആദ്യത്തെ ഒരു സെഷൻ. പിന്നത്തെ സെഷനിൽ സാധാരണ ബീജ ബോർഡ് സെഷനിൽ എന്താണോ ചെയ്യുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മളൊരു രോമാഞ്ച സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ എല്ലാ സെഷനിലും കൃത്യമായിട്ടുള്ള മറുപടി പറയും, പിന്നെ വന്നയാളുടെ അച്ഛൻ വേറൊരാളാണെങ്കിൽ അതുവരെ വിളിച്ചു പറയും എന്നൊക്കെയാണ് സിനിമയിൽ വരുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. പല കളികളിലും ഈ പല സെഷനുകളിലും കൃത്യമായിട്ടുള്ള ഒരു സെൻസിബിളായിട്ടുള്ള അർത്ഥപൂർണ്ണമായ ഒരു വാക്ക് പോലും ഉണ്ടായില്ല എന്നും വരാം.
143 പ്രതികരണങ്ങളാണ് ഈ പരീക്ഷണത്തിൽ മൊത്തം ഉണ്ടായത്. അതിൽ 67 എണ്ണമാണ് അർത്ഥപൂർണ്ണമായിരുന്നുള്ളത്. അർത്ഥപൂർണ്ണ മീനിങ് ഫുൾ എന്ന് പറഞ്ഞാൽ അത് വസ്തുനിഷ്ഠമായിരുന്നു, സത്യമായിരുന്നു എന്നൊന്നും അർത്ഥമില്ല, അസംബന്ധമായിരുന്നില്ല, അർത്ഥശൂന്യമായിരുന്നില്ല എന്നുള്ള മാത്രം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കളിക്കാരൻ ചോദിക്കുന്നു നിങ്ങളുടെ പേര് പറയാമോ, അപ്പോൾ ഓജബോർഡിൽ നിന്ന് HENRY എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ അതൊരു മീനിങ് ഫുൾ റെസ്പോൺസാണ് എന്ന് പറയാം. ഈ 143 പ്രതികരണങ്ങൾ 67 ഇതുപോലെ, ബാക്കി 76 എണ്ണം അർത്ഥശൂന്യമായ പ്രതികരണങ്ങളായിരുന്നു എന്നാണ്. ഉദാഹരണം പറയുന്നതാണ്, ഒരു സെഷനിൽ നിങ്ങൾ എവിടെ വെച്ചാണ് മരിച്ചത് എന്ന് ചോദിക്കും, വേർ ഡിഡ് യു പാസ് അവേ, അപ്പോൾ ബീജബോർഡ് പറയുന്നത് STACW എന്നാണ്. അത് അർത്ഥശൂന്യമായ ഒരു പ്രതികരണമാണ്. അപ്പോൾ അർത്ഥശൂന്യമായ പ്രതികരണങ്ങളുണ്ട്, അർത്ഥശൂന്യമല്ലാത്ത പ്രതികരണങ്ങളുണ്ട്. എന്താണ് ഈ പരീക്ഷണങ്ങളിൽ നിന്ന് ആൻഡേഴ്സണും സഹപ്രവർത്തകരും മനസ്സിലാക്കിയ കാര്യങ്ങൾ, ചില നിരീക്ഷണങ്ങൾ വഴിക്ക് പറയാം. അത് ചിത്രങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, തീർച്ചയായിട്ടും കളിക്കാർ മാത്രമാണ് കരുനീക്കിയിട്ട് ഓരോരോ ഉത്തരങ്ങൾ നൽകുന്നത്, അല്ലാതെ അവിടെ യാതൊരു അപൂർവ ശക്തിയും പ്രവർത്തിക്കുന്നില്ല. അതിന് പ്രത്യേകം പറയേണ്ടതില്ല. ഓരോ വ്യക്തിയുടെയും നോട്ടം എന്താണ് പ്രവചിക്കുന്നത് നോക്കിയാൽ ഈ ബാൾട്ടിമോർ എന്നുള്ള വാക്ക് ഓജബോർഡ് ഉപയോഗിച്ച് രേഖപ്പെടുത്തുമ്പോൾ ഉള്ള ആ പ്രവചന കൃത്യത അതിനേക്കാൾ ഗണ്യമായ രീതിയിൽ കുറവാണ് ഓജബോർഡ് വെച്ചിട്ട് യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴുള്ള കൃത്യത എന്നാണ് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ എടുക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളെ ചിത്രത്തിൽ നോക്കാം, ഇവിടെ നോക്കാം. ഈ എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് വാക്കുകളുടെ അക്ഷരക്രമമാണ്. ഒന്നാമത്തെ അക്ഷരം, രണ്ടാമത്തെ അക്ഷരം, ഇവിടെ 9 എണ്ണം കാണാം. അങ്ങനെ 9ാമത്തെ അക്ഷരം വരെ ഉള്ള ശരിയായ അക്ഷരം പ്രവചിക്കാനുള്ള ശരാശരി സാധ്യതയാണ് മേലെ Y ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചിത്രം, ഈ ഭാഗം വ്യക്തിതലത്തിലുള്ള നിരീക്ഷണമാണ്. ആ മേലെ കാണുന്ന കറുത്ത വരെയാണ് വോളണ്ടറി ആക്ഷൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ ബാൾട്ടിമോർ എന്ന് സ്പെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആ നിരീക്ഷണം. അതിലെ പ്രവചന കൃത്യത നമുക്ക് കാണാം ആദ്യമേ വളരെ ഉയർന്നതാണ്. അത് വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തുടരുന്നുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ എന്നുള്ള നിലക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഏറെക്കുറെ ഉയർന്നു തന്നെ ഇരിക്കുന്നുണ്ട് പ്രവചന കൃത്യത. അത് ഒന്നാമത്തെ അക്ഷരത്തിൽ തന്നെ ഉയർന്ന രീതിയിലാണ്, ഉയർന്ന പ്രവചന കൃത്യതയുണ്ട്. അത് ഏതാണ്ട് അതേപോലെ തുടരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ താഴെ കാണുന്ന ഡോട്ടഡ് ലൈനാണ്, അത് പ്രേതാത്മകമായി സംസാരിക്കാനുള്ള ആ സമയത്ത് ശ്രമിക്കുമ്പോഴുള്ള നിരീക്ഷണമാണ്. അത് ഏതക്ഷരമാണ് ബോർഡിലെ പ്ലാഞ്ചറ്റ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ചിട്ട് വ്യക്തികളെ ഒറ്റയ്ക്ക് പരിഗണിക്കുമ്പോൾ അവർക്കത് ഗണ്യമായ വിഷമം നേരിടുന്നുണ്ട് നമുക്ക് കാണാം. അതാണ് ഏറ്റവും താഴെയാണ് തുടങ്ങുന്നത്, അതിൻ്റെ കൃത്യത വളരെ കുറവാണ്. ബാൾട്ടിമോർ എന്ന് വരുമ്പോൾ നമ്മളിവിടെ വളരെ ഉയർന്ന രീതിയിൽ നമുക്ക് കാണാം, അത് ആദ്യത്തെ അക്ഷരത്തിൽ തന്നെ കൃത്യത വളരെ കൃത്യമുണ്ട്. ഇവിടെ വളരെ കൃത്യത കുറഞ്ഞ രീതിയിലാണ് ഓരോ വ്യക്തിയും തുടങ്ങുന്നത് നമുക്ക് കാണാം. മുന്നോട്ട് പോകുമ്പോൾ ഈ ബുദ്ധിമുട്ട് ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട് നമുക്ക് കാണാം. ഈ ഡോട്ടഡ് ലൈൻ നേരെ മേലോട്ട് ഇങ്ങനെ പോകുന്ന കാണാം, മുന്നോട്ട് പോകുമ്പോൾ കൂടി വരുന്നുണ്ട്. പക്ഷേ അത് വ്യക്തികളായിരുന്നു നോക്കിയാൽ, വെൻ ലുക്കിംഗ് അറ്റ് ദ പ്രെഡിക്റ്റീവ് ഗേസ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പൻസ്, വ്യക്തികളായിരുന്നു നോക്കുമ്പോൾ പ്രവചന കൃത്യത അവസാനത്തെ വാക്കിൻ്റെ കാര്യത്തിൽ പോലും എവിടെ എത്തുന്നില്ല, ഈ വോളണ്ടറി കണ്ടീഷൻ ബാൾട്ടിമോർ എന്ന് പറയുന്ന അതിനേക്കാളും ഗണ്യമായ രീതിയിൽ കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവും. അതാണ് ഒരു ഒബ്സർവേഷൻ. അപ്പോൾ പറഞ്ഞില്ല, ആദ്യ ഭാഗം നോക്കുകയാണെങ്കിൽ പ്രവചന കൃത്യത കുറവാണ് വ്യക്തികളെ നിരീക്ഷിക്കുമ്പോൾ. പക്ഷേ ജോഡികൾ ആയിട്ടാണ് ഇപ്പം ഇത് പറയേണ്ടതെന്ന് വെച്ചാൽ, ജോഡികളായിട്ടാണ് എല്ലാ കളിയും നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഓരോ ആളിൻ്റെ അവരെടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വോളണ്ടറി ആക്ഷൻ കണ്ടീഷനിലുള്ള പ്രവചന കൃത്യതയേക്കാൾ ഗണ്യമായ രീതിയിൽ കുറവാണ് ബീജ ബോർഡിലുള്ള പ്രവചന കൃത്യത എന്ന് നമുക്ക് കാണാം. അവിടെ മറ്റൊരു വിലയിരുത്തൽ ഒരു ജോഡി എന്ന നിലയിലുള്ള പ്രവചന കൃത്യത എത്രത്തോളം നിൽക്കുന്നതാണ്. അതിലും ഈ 2 സെറ്റിങ്ങുകളിലും ആ കാര്യം നോക്കി. അതായത് ഈ 2 പേരിൽ ഒരാളെങ്കിലും, എന്താണ് ഈ ജോഡി എന്ന നിലക്ക്, ഈ 2 പേരിൽ ഒരാളെങ്കിലും കൃത്യത എന്ന് വരേണ്ടടുത്ത് തന്നെ വരുന്നുണ്ടോ, അത് ആരെങ്കിലും ഒരാളെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ അതാണ് ഒരു ജോഡിയിൽ കൃത്യതയുണ്ടോ എന്ന് നോക്കുന്നതിൻ്റെ കാര്യം. അതാണ് നമ്മൾ ഈ രണ്ടാമത്തെ ചിത്രം കാണിക്കുന്നത്. 2 ഗ്രാഫുകൾ കാണാം. രണ്ടാമത്തെ ഗ്രാഫ് ജോഡി എന്ന നിലയിൽ ഏതെങ്കിലും ഒരാളെങ്കിലും കൃത്യമായി പ്രവചിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ പ്രവചനം, ആ ചിത്രം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ ജോഡി ഒന്നിച്ച് പരിശോധിക്കുമ്പോൾ എന്താ കണ്ടെത്തുന്നത്, ഒരു വ്യക്തി ബാൾട്ടിമോർ എന്ന് പറയുന്ന സ്പെല്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൃത്യതയുണ്ടല്ലോ, അയാൾ കണ്ണുകൾ എത്രത്തോളം കൃത്യമായി ഓരോ അക്ഷരം പ്രവചിക്കുന്നുവോ ശരാശരി അത്രത്തോളം തന്നെ കൃത്യമായി ബീജ കണ്ടീഷനിൽ ഓരോ ജോഡിയും അക്ഷരങ്ങൾ പ്രവചിക്കുന്നു എന്നാണ് ഇവിടെ കാണാം. ഇത് ബീജ കണ്ടീഷനാണ്. ഈ ഡോട്ടഡ് ലൈൻ താഴെ കാണുന്നത് ബീജ കണ്ടീഷനാണ്. ഏതാണ്ട് ഈ കറുത്ത വരി
കറുത്ത ലൈനിനോട് ഏതാണ്ട് അടുത്താണ് ഒരു പെയർ എന്ന നിലയിൽ നോക്കുമ്പോൾ ബീജ കണ്ടീഷനിൽ പോലും കൃത്യത വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ഞാൻ രണ്ട് കറുത്ത ചുവന്ന ആരോ ഞാൻ ഇട്ടിട്ട് കാണാം. ഇതിൽ ഒന്നാമത്തെ ഗ്രാഫ് ഇൻഡിവിജ്വൽ ലെവലാണ്. ഓരോ വ്യക്തിയുടെയും കണ്ണ് ട്രാക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം കൃത്യമായിട്ടാണ് ഇങ്ങനെ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ വാക്കുകളെ പ്രവചിക്കാൻ കഴിയുന്നതാണ് സൂചിപ്പിക്കുന്നത്. അതിലെ കറുത്ത വര ഒന്നുകൂടി ആവർത്തിക്കാം. ബാൾട്ടിമോർ എന്ന് പറയുന്ന വാക്ക് സ്പെല്ല് എന്നതിലെ ഓരോ അക്ഷരത്തിൻ്റെ കൃത്യതയാണ്. ഡോട്ടഡ് ലൈൻ പ്രേതാത്മാവിനെ വിളിക്കുന്ന സമയത്ത് ഇതാണ്. ഇതേ കാര്യമാണ് നാലാമത്തേലും, പക്ഷേ വ്യക്തി എന്നതിന് പകരം ഒരു ജോഡിയെയാണ്. അപ്പോൾ വ്യക്തികൾ ഒറ്റക്കൊറ്റക്ക് വോളണ്ടറി ആക്ഷൻ കണ്ടീഷനിൽ ബാൾട്ടിമോർ നോക്കുമ്പോൾ അത് നല്ല രീതിയിൽ കൃത്യത ഉണ്ടെന്ന് കാണാം. അതിൽ ഓരോ വാക്കിനും ഉള്ള ഉയർന്ന പ്രവചന കൃത്യത ഏതാണ്ട് അതേ കൃത്യതയിലാണ് ഒരു ജോഡി അത് പ്രവചിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് ഞാൻ ആ ആരോ മാർക്ക് ഇട്ടേക്കുന്നത്, ഉണ്ടല്ലേ? ഇതിപ്പോൾ നാലാമത്തെ അക്ഷരം എത്രത്തോളം കൃത്യതയോടെ പ്രവചിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അത് രണ്ട് ഏതാണ്ട് തുല്യമാണ്. അത് രണ്ട് പേര് ചേർന്ന് ഈ ആത്മാവിനെ വിളിക്കുമ്പോൾ അവർ ഓരോ അതിലൊരാളെങ്കിലും അത് കൃത്യമായി പ്രവചിച്ചിരിക്കും എന്നുള്ളതാണ് ഓരോ തവണയും. അത് ഈക്വലാണ്. അത് ബാൾട്ടിമോർ എന്ന വാക്ക് എങ്ങനെയാണ് സ്പെല്ല് ചെയ്യുന്നത് അതേ കൃത്യതയോടുകൂടിയാണ് ഈ പ്രേതത്തിൻ്റെ പേരും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒരു പെയർ എന്ന നിലയിൽ ഉണ്ടായി വരുന്നതെന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവർ മുൻ ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ഉദ്ദേശിക്കുന്ന അക്ഷരത്തിലേക്കാണ് ഓരോ ബീജബോർഡ് കളിയിലും കരു എപ്പോഴും നീങ്ങുന്നത് എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. പക്ഷേ എല്ലാ അക്ഷരങ്ങളും ഒരാളല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മാർക്ക് ആൻഡേഴ്സൻ്റെ പേപ്പറിലെ അവസാനത്തെ ഖണ്ഡികയിലെ ഒരു വാക്യമാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. പ്രവചനശീലം എന്നത് മനുഷ്യ മനസ്സിൻ്റെ സ്വാഭാവിക പ്രവർത്തനമാണ്. അങ്ങനെ വ്യത്യസ്തമായ പ്രവചനങ്ങളിലേക്ക് നീങ്ങുന്ന ഒന്നിലേറെ, ഇവിടെ രണ്ടുപേരാണ്, ഒന്നിലേറെ മനസ്സുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ ഒരു തുടക്കത്തിൽ തീർത്തും ക്രമരഹിതമായി റാൻഡമായിട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ മേലെ ഒരു ഘടന അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസിംഗ്ലി ഇമ്പോസ് സ്ട്രക്ചർ ഓൺ ഇനീഷ്യലി റാൻഡം ഇവൻറ്റ്സ് ഇൻ ദ സെഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതുള്ള നമുക്ക് ഈ പ്രവചന സ്വാഭാവികമായിട്ടുള്ള മനുഷ്യ മസ്തിഷ്കങ്ങളുടെ പരസ്പര പ്രതിപ്രവർത്തനത്തിലുള്ള ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടി, ഒരു ഉദിപ്പാണ് നമുക്ക് പറയാം. ഇത് വിശദീകരിക്കാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ നിരൂപും നിവിനും ചേർന്നിട്ട് രണ്ട് പേര് ചേർന്ന് ബീജബോർഡ് പ്രേതാത്മാവിനെ വിളിക്കുന്നു വെക്കാം. ആദ്യം ഈ പ്ലാൻസെറ്റ് നീങ്ങിയത് എ എന്ന അക്ഷരത്തിലേക്കാണ്. അതിൻ്റെ കാരണം ഒരുപക്ഷെ നിരൂപിൻ്റെ മനസ്സിൽ അർച്ചന എന്നൊരു പേര് വന്നതായിരിക്കാം. ഞാൻ എഴുതിയിട്ടാണ് അവിടെ അർച്ചന. അതിൻ്റെ എയിലേക്കാണ് ആദ്യം നീങ്ങുന്നത്. അതെങ്ങനെ നീങ്ങുന്നു? അത് ഐഡിയോ മോട്ടോറായി നീങ്ങുന്നു. അത് ഞാനവിടെ പറഞ്ഞു വെക്കാം. ഐഡിയോ മോട്ടോറായിട്ടാണ് നീങ്ങുന്നത്. ആ സമയത്ത് റിവിൻ്റെ മനസ്സിൽ വേറൊരു പേരും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എ എന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ റിവിൻ്റെ മനസ്സിൽ പുതിയൊരു പേര് വരികയാണ്. അയാൾക്കറിയില്ലല്ലോ ഇയാൾ അർച്ചനാണ് ഉദ്ദേശിച്ചിട്ടാണ് ഇത് മാറിയിരിക്കുന്നതെന്ന് മറ്റയാൾക്കറിയില്ല. അയാളുടെ മനസ്സിൽ അനൂപ് എന്നൊരു പേര് വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്തതായിട്ട് റിവിൻ്റെ ഐഡിയോ മോട്ടോർ ആക്ഷൻ പ്രവർത്തിക്കുന്നു. അത് കാരണം പ്ലാൻസെറ്റ് എൻ എന്ന അക്ഷരത്തിലേക്ക് പോകുന്നു. ഈ നീങ്ങുന്ന സമയത്ത് നിരൂപിൻ്റെ കണ്ണ് പോകുന്നത് 6 എന്ന അക്ഷരത്തിലേക്കായിരിക്കും. കാരണം എന്താ? അയാൾ ഉദ്ദേശിച്ചത് അർച്ചന എന്നുള്ള പേരാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മാർക്ക് ആൻഡേഴ്സിൻ്റെ ഐ ട്രാക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഒരാൾ തെറ്റായി പറഞ്ഞു, റിവിൻ്റെ കാര്യത്തിൽ പ്രവചനം ശരിയായി, നിരൂപ പ്രവചിച്ച് തെറ്റായി എന്ന് കാണും. പക്ഷേ രണ്ടുപേരുടെയും കൂടെ നോക്കിയാലോ വളരെ കറക്റ്റാണ് പ്രവചിച്ചത്. കാരണം അനാമിക എന്നുള്ളതിലേക്കാണ് ഈ പോണത്. എ വന്നു, എൻ വന്നു. ഇത് പക്ഷേ ഒരാളല്ല ചെയ്തത്, 2 പേരായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പെയറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പോയിട്ടുണ്ട്. ഒറ്റക്കൊറ്റ നോക്കിയാൽ ഒരു തവണ ഒരാൾ തെറ്റി, ഒരു തവണ ഒരാൾ തെറ്റി. ഓക്കെ, അപ്പോൾ ഇതിന് എമർജൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ശരി, അപ്പോൾ എ എൻ എന്ന് വന്നു. അപ്പോഴേക്കെന്തായി? എ എൻ ആയി. എ എന്ന് വരുന്നതോടെ സാധ്യതകൾ കുറച്ചുകൂടി പരിമിതമായി. എ എൻ അടുത്ത വാക്കുകളുടെ പേരുകളെ പറ്റുള്ളൂ. എ എൻ തുടങ്ങുന്ന പേരുകൾ വേണം. അപ്പോൾ നിരൂപൻ്റെ മനസ്സിൽ അടുത്തതായിട്ട് വരുന്നത് ആനന്ദ് എന്നുള്ളൊരു പേരാണ്. അപ്പോൾ അയാളെ അടുത്തത് എയിലേക്ക് നീക്കുകയാണ്. ബോധപൂർവ്വമായിട്ട് ഇതൊക്കെ ഐഡിയോ മോട്ടോറായിട്ടാണ് നടക്കുന്നത്. ഐഡിയോ മോട്ടോർ എന്താ? നമ്മൾ വരും, ഐഡിയോ മോട്ടോറായിട്ടാണ് പോണത്. അപ്പോൾ നിരൂപിൻ്റെ കണ്ണുകൾ നമുക്ക് ഊഹിക്കാം എ എന്ന ശരിയായ അക്ഷരത്തിലേക്ക് നീങ്ങുന്നു. റിവിൻ്റെ കണ്ണുകൾ ഓ എന്ന തെറ്റായ അക്ഷരത്തിലേക്ക് നീങ്ങുന്നു. കാരണം എന്താണ്? അയാളുടെ മനസ്സിലുള്ളത് അനൂപ് എന്നുള്ള പേരാണ്. അതുകൊണ്ടാണ് അയാൾ ആദ്യം എന്നിലേക്ക് നീക്കിയത്. അനൂപ് ആവാൻ വേണ്ടി തുടങ്ങിയ എ എൻ അടുത്ത ഘട്ടത്തിലേക്ക് ആനന്ദാവാൻ വേണ്ടി എയിലേക്ക് നീങ്ങി. ഇതൊന്നുമല്ല അവസാനം വരാൻ പോകുന്നത് അനാമിക എന്നുള്ള പേരാണ്. ഓരോ ഘട്ടത്തിലും ഇങ്ങനെ വരികയാണ്. അപ്പോൾ അനാമിക എന്നുള്ള ആ പേര് പരമാവധി പൂർണ്ണമായിട്ട് ഉദിച്ചു വരുന്നവരെ ഈ കളിയെ പിന്തുടരേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ഇത് പറയേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മളിവിടെ ആലോചിക്കേണ്ടത് ഇതുവരെ നടന്നു പോയിക്കഴിഞ്ഞാൽ 3 അക്ഷരങ്ങളായപ്പോഴേക്കും ഈ 2 പങ്കാളികളുടെ മനസ്സിലൂടെ 3 വ്യത്യസ്ത പേരുകൾ
ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അർച്ചനയായി, അനൂപായി, ആനന്ദായി, ഇതൊന്നും അല്ലാത്തൊരു പേരാണ് അവസാനം ഉണ്ടാകാൻ പോണത്. ഇതുപോലെ 6 അക്ഷരങ്ങൾ കഴിയുമ്പോൾ വേറെയും വളരെയധികം പേരുകൾ ഇതുപോലെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. അവസാന ഘട്ടത്തിൽ ആദ്യഘട്ടങ്ങളിൽ ഒന്നും പരിഗണിക്കാത്ത ഒരു പേരാവും അവസാനം എമർജൻറ്റ് പ്രോപ്പർട്ടിയായിട്ട് ഉയർന്നു വരുന്നത്. അവസാന ഘട്ടം വരെ മിക്കവാറും ആർക്കും പിടികിട്ടില്ല ഇതെന്താണ് പേര് എന്നുള്ളത്. അനൂപിനും അറിയില്ല, നിവിനും അറിയില്ല. പക്ഷേ അവസാനം വരുമ്പോൾ ഇവർ തന്നെ ഉണ്ടാക്കുന്നൊരു പേരാണ് ഉണ്ടായി വരുന്നത്. അതുവരെ ഇവരുടെ മനസ്സിലൊന്നുമില്ലാത്തൊരു പേരാണ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ തവണയായിട്ട് പല പങ്കാളികളുടെയും ഊഹങ്ങൾ തെറ്റുന്നുണ്ടെങ്കിലും ഓരോ ഘട്ടത്തിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു പങ്കാളിയെങ്കിലും ഊഹിക്കുന്ന അക്ഷരങ്ങളിലേക്ക് തന്നെയാണ് ഈ ബോർഡിലെ കരു നീങ്ങുന്നത്. ഇനി നമുക്ക് ആ വാചകം ഒരിക്കൽ കൂടി വായിക്കാം. Meaningful responses from the Ouija board are an emergent property of interacting predictive minds that increasingly impose structure on initially random events in the sessions. ഇതാണ് RJ സ്നേഹ പറയേണ്ടിയിരുന്നത് കൺക്ലൂഷനായിട്ട്. Ouija board works. എന്താ ഒരു ശക്തിയുണ്ട്, ആ ശക്തി എന്താണെന്ന് അറിയില്ല, ബട്ട് Ouija board വർക്ക്സ് എന്നല്ല പറയേണ്ടത്. ഒരു യുക്തിചിന്ത പ്രയോഗിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് നോക്കുന്ന ഒരാൾ കൺക്ലൂഷനായിട്ട് പറയേണ്ടത് എന്താണ്? മീനിങ് റെസ്പോൺസസ് ഫ്രം ദ Ouija board ആർ എൻ എമർജൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ഇൻ്ററാക്ടിങ് പ്രിഡിക്റ്റീവ് മൈൻഡ്സ് ദറ്റ് ഇൻക്രീസിംഗ്ലി ഇമ്പോസ് സ്ട്രക്ചർ ഓൺ ഇനീഷ്യലി റാൻഡം ഇവൻറ്റ്സ് ഇൻ ദ സെഷൻസ് എന്നുള്ളതാണ്. പ്രതിപ്രവർത്തനത്തിലൂടെ പ്രവചന സ്വഭാവമുള്ള വിവിധ മനസ്സുകളുടെ ഒരു സവിശേഷതയായി ഉയർന്നു വരുന്നതാണ് Ouija boardലെ അർത്ഥവത്തായ പ്രതികരണങ്ങൾ. പ്രതിപ്രവർത്തിക്കുന്ന ഈ മനസ്സുകൾ തുടക്കത്തിൽ തീർത്തും ക്രമരഹിതമായി നടക്കുന്ന കാര്യങ്ങൾക്ക് മേലെ ക്രമേണ ഒരു ഘടന രൂപപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ആശയം ഇപ്പോൾ വ്യക്തമായി വിചാരിക്കുന്നു. ഉദാഹരണം പറഞ്ഞുകൊണ്ട് മനസ്സിലായിട്ടോ വിചാരിക്കണം. ഇപ്പോൾ റിവിനോ അല്ലെങ്കിൽ നിരൂപോ ആദ്യം വിചാരിച്ച ഒരു പേരല്ല അനാമിക എന്നുള്ളത്. അവസാന ഘട്ടം വരെയും രണ്ടുപേരുടെ മനസ്സിലും അങ്ങനെ ഒരു പേരില്ല. ഇങ്ങനെ ആരും ഉദ്ദേശിക്കാത്ത ഒരു പേര് ബോർഡിന് രൂപം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും കളിക്കൽ അത്ഭുതപ്പെടും. ഇത് ഞാൻ ഉദ്ദേശിച്ചതേ അല്ല വന്നതെന്നുള്ളത്. അപ്പോൾ ഇത് വേറെ ആരോ ചെയ്യുന്നതാണ് എന്ന ബോധം വരികയാണ്. അപ്പോൾ അവരുടെ സെൻസ് ഓഫ് ഏജൻസി കൺവിൻസിംഗ്ലി മാനിപ്പുലേറ്റഡ് ആയി. ആൻഡേഴ്സിൻ്റെ പേപ്പറിലെ അവസാന ഖണ്ഡികയിൽ നിന്നുള്ള വാചകമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. Ouija board സെഷനിൽ അർത്ഥവത്തായ പ്രതികരണം ഉണ്ടാകുമ്പോൾ ഈ വാക്കുകളിലെ ആദ്യ അക്ഷരങ്ങൾ പലപ്പോഴും യാദൃച്ഛികമായാണ് ഉണ്ടാകുന്നത്. ഏർലി ലെറ്റേഴ്സിൻ്റെ മീനിങ് Ouija board റെസ്പോൺസ് അപ്പിയർ ടു ഒക്കർ അറ്റ് റാൻഡം. അക്ഷരങ്ങൾ ആദ്യ അക്ഷരങ്ങൾ യാദൃച്ഛികമായി ഉണ്ടാകുന്നു. വാക്കുകൾ മുന്നോട്ട് പോകും തോറും കളിക്കാർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ അക്ഷരങ്ങൾ കുറഞ്ഞു വരും. അതാണ്. അപ്പോൾ അത് ഇപ്പം നമ്മൾ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എ എന്ന് തുടങ്ങുന്ന എത്രയോ ഡസൻ പേരുകൾ നമുക്ക് പറയാൻ പറ്റും. അതങ്ങനെ ഒരുപാട് പേരുകൾ ആണും പെണ്ണുമായിട്ട് ഒരുപാട് പേരുകൾ പറയാൻ പറ്റും. എത്രയോ ഡസൻ പറയാൻ പറ്റും. എൻ എന്ന് പറഞ്ഞാൽ എന്തായി ഒരു 10 12 പറയുമായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ANAM ഐ എന്നിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പേരില്ല, പിന്നെ അനാമിക എന്നേ പേരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഇറ്റ് മേക്സ് ഈസിയർ ഫോർ എ പെയർ ടു ഓഫ് പാർട്ടിസിപ്പൻസ് ടു കലക്റ്റീവ്ലി പ്രെഡിക്റ്റ്. കാരണം എന്താണ്, അങ്ങോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ചോയ്സ് കുറഞ്ഞു വരികയാണ്. ദ meaningful word options available to the participants decrease as the response on the Ouija board unfolds. അപ്പോൾ അത് അക്ഷരങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കാവുന്ന പേരുകളുടെ സാധ്യത കുറയുകയും കൃത്യമാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും കൃത്യത അവസാന ഘട്ടങ്ങളിൽ കൃത്യത കൂടും. നമുക്ക് ആ ഗ്രാഫ് ഓർക്കാം. ഗ്രാഫ് മേലോട്ട് 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 ഇങ്ങനെ പോകുന്ന കാണാം. ആ ചിത്രം ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഇതാ ഗ്രാഫ്, ഈ ഡോട്ടഡ് ലൈൻ 2 ഇത് മേലോട്ട് ഇങ്ങനെ പോകുന്നതാണ്. തുടക്കത്തിൽ ഒരു രൂപമില്ല, റാൻഡമായിട്ട് എന്തെങ്കിലും വരികയാണ്. പിന്നെ 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 ചോയ്സുകൾ കുറയുന്നതനുസരിച്ചിട്ട് കൃത്യത കൂടി കൂടി വരും എന്നുള്ളതാണ്. വ്യക്തി എന്ന നിലയിൽ നോക്കിയാലും ജോഡി എന്ന നിലയിൽ നോക്കിയാലും കണ്ണുകൾ ഉയർന്ന കൃത്യതയോടെ തന്നെ ഓരോ അക്ഷരവും പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് നമ്മുടെ ആദ്യത്തെ ഇതിൽ ഈ ബാൾട്ടിമോർ നിലയിൽ ഇവിടെ കൃത്യത കുറവാണ്. പിന്നെ ആ കൃത്യത കൂടിക്കൂടി വരുന്ന കാണാം. Ouija കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മൾ ഡോട്ടഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കാം. ഇവിടെ ഒരു വ്യക്തി എന്ന നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ 0.25 കൃത്യത തുടങ്ങുന്നത്. പെയറായി നോക്കുമ്പോൾ കുറേ കൂടി ഉയർന്ന കൃത്യതയിലാണ്. പക്ഷേ രണ്ടിടത്തും കൃത്യത വളരെ സ്റ്റഡിയായിട്ട് കൂടി വരുന്നതായി നമുക്ക് കാണാം. ഇങ്ങനെ കൂടിക്കൂടി വരുന്ന കാണാം. എന്തുകൊണ്ടാണ് ഈ കൃത്യത കൂടി വരുന്ന കാര്യമാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. അക്ഷരങ്ങൾ കൂടുന്തോറും ചോയ്സ് കുറയും, കൃത്യത കൂടും. ഓക്കെ. പെയർ എന്ന വാക്കിൽ ഈ കൃത്യത ഓരോ വാക്കിലും വർദ്ധിച്ച് വന്ന് എവിടെ എത്തും? വർദ്ധിച്ച് വന്നിട്ട് ബാൾട്ടിമോർ എന്ന് ഒരാൾ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞ അതേ കൃത്യത നമുക്ക് അവിടെ കിട്ടുന്നത് കാണാം. ഓക്കെ. അതിനേക്കാൾ അതേ കൃത്യത ഇതിനേക്കാളും കൃത്യമായ വളരെ ഉയർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ ഏറോ മാർക്കിട്ട് സൂചിപ്പിച്ചത് ഇവിടെയാണ് നമ്മൾ വരുന്നത്. അവരുടെ തന്നെ കണ്ണും അവരുടെ തന്നെ കൈയും ഉപയോഗിച്ച് അവർ തന്നെ തള്ളി ഓരോ അക്ഷരത്തിൽ എത്തിച്ചിട്ടാണ്
ഓരോ ബോധപാഠിലെ വാക്കുണ്ടാവുന്നെങ്കിലും അത് ചെയ്തത് വേറെ ഏതോ ഒരു ശക്തിയാണ്, ഞങ്ങളല്ല എന്ന ബോധ്യം കളിക്കാർക്കുണ്ടാവുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് അവരുടെ സെൻസ് ഓഫ് ഏജൻസി നഷ്ടമായി പോകുന്നതിന് എന്ന് സംബന്ധിച്ചിട്ട് പ്രാഥമിക ധാരണകൾ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇതിനെ ഒന്നുകൂടി വിശദമായി വിവരിക്കാനാണ് ഞാൻ അടുത്ത ഭാഗത്ത് ശ്രമിക്കുന്നത്. ഇത് കുറച്ച് സാങ്കേതിക ജടിലമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിസ ബോർഡുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സെൻസ് ഓഫ് ഏജൻസി നഷ്ടമുണ്ടാകുന്നതിനെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ശാസ്ത്രീയ വിവരണം ഇന്ന് ലഭ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുക മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. അതുകൊണ്ട് തന്നെ 2-3 ഘടകങ്ങളുള്ള ഈ വിശദീകരണത്തിൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം മാത്രമേ ഞാൻ ചർച്ച ചെയ്യുന്നുള്ളൂ. കാരണം അതിൻ്റെ ആവശ്യം നമുക്കുള്ളൂ. ഈ പേപ്പർ വായിച്ചിട്ടുള്ളവർ ആ വിശദീകരണം അതിൻ്റെ പൂർണ്ണതയിൽ ഞാൻ വിവരിച്ചില്ല എന്നൊരു ആക്ഷേപം പറയാനിടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം മുൻകൂറായിട്ട് പറഞ്ഞു വെക്കുന്നത്. ആ ശാസ്ത്രീയ വിശദീകരണത്തിലേക്ക് നമുക്ക് കിടക്കാം. ആൻഡേഴ്സൻ്റെ പേപ്പറിൽ ഒരു ഖണ്ഡികയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചലന നിയന്ത്രണത്തിലുള്ള ബ്രെയിൻ പ്രെഡിക്ട്സ് ദ സെൻസറി കോൺസിക്വൻസ് ഓഫ് ആക്ഷൻ ദെൻ കമ്പയർസ് ദിസ് പ്രെഡിക്ഷൻ ടു ആക്ച്വൽ കോൺസിക്വൻസ്. അതാണ് അതിൻ്റെ ആ ഫുൾ വാചകം ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഒരു ഏകദേശ തർജ്ജമ വായിക്കാം. ചലന നിയന്ത്രണത്തിനുള്ള മസ്തിഷ്ക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് കർത്തൃത്വ ബോധം അല്ലെങ്കിൽ സെൻസ് ഓഫ് ഏജൻസി ഉടലെടുക്കുന്നത് എന്നാൽ അത് പരക്കെ അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തമാണ്. ഓരോ പ്രവൃത്തിയുടെയും സെൻസറി കോൺസിക്വൻസസ്, ഇന്ദ്രിയ അനുഭവം എന്താണ് എന്ന് മസ്തിഷ്കം പ്രവചിക്കുകയും യഥാർത്ഥത്തിൽ എന്ത് നടന്നത് എന്നതുമായി ഈ പ്രവചനത്തെ തട്ടിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ദ ബ്രെയിൻ പ്രെഡിക്ട്സ് സെൻസറി. നമ്മളൊന്ന് ചെയ്യുമ്പോൾ, ഞാനിത് എടുക്കുമ്പോൾ, ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഇന്ദ്രിയ അനുഭവം എന്താണ്, എനിക്കിതിൻ്റെ ആ കനം ഫീൽ ചെയ്യാം, എനിക്കിതിനെ കാണാം, ഉയർത്താം, ഇതെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി മസ്തിഷ്കം ഒരു പ്രവചനം ഉണ്ടാക്കുന്നുണ്ട്. സെൻസറി കോൺസിക്വൻസ് ഓഫ് ആക്ഷൻ പ്രവചിക്കപ്പെടുന്നുണ്ട്. അതാണ് പറഞ്ഞത്. ബ്രെയിൻ പ്രെഡിക്ട്സ് സെൻസറി കോൺസിക്വൻസ് ഓഫ് ആക്ഷൻ. അത് കഴിഞ്ഞിട്ട് അതിനെ ആ പ്രെഡിക്ഷനെ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ എടുത്തു എന്ന് ബോധ്യപ്പെടുന്നതെന്നാണ് അതിൻ്റെ മെക്കാനിസം. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഈ പൊക്കൽ കൊണ്ട്, ഈ ചെയ്യുന്നത് കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് ഇന്ദ്രിയം അനുഭവം എന്താണെന്ന് മസ്തിഷ്കം പ്രവചിക്കുകയും യഥാർത്ഥത്തിൽ എന്ത് നടന്നു എന്നതുമായി ആ പ്രവചനം തട്ടിച്ചു നോക്കുകയും ചെയ്തുകൊണ്ടാണ് കർത്തൃത്വ ബോധം രൂപപ്പെടുത്തുന്നതാണ് സിദ്ധാന്തം. അപ്പോൾ ഈ പ്രഡിക്ഷനും കോൺസിക്വൻസസും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഞാനിത് പൊക്കാൻ ഉദ്ദേശിക്കുന്നു, ഈ പൊക്കുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഇന്ദ്രിയ അനുഭവം എന്താണ് എന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ കണ്ണടച്ചിട്ടാണെങ്കിൽ പോലും ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം അതിൻ്റെ ഭാരം എനിക്കറിയാം. ഞാൻ കണ്ണടച്ചിട്ട് എടുക്കുന്നത്. പക്ഷേ എനിക്കറിയാം ഞാനത് എടുത്തു കഴിഞ്ഞു. എൻ്റെ ഈ ഇടത് ഭാഗത്താണുള്ളതെന്നുള്ള എനിക്ക് ധാരണയുണ്ട്. ഞാൻ എൻ്റെ കൈ കൊണ്ട് പോയി അതിനെ എടുത്തു. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്യാം. എനിക്ക് എൻ്റെ സ്പർശന ശേഷി കൊണ്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഞാൻ എടുത്തു എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മസ്തിഷ്കം നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ ആ സെൻസറി കോൺസിക്വൻസസിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മിസ്മാച്ചായി വിചാരിക്കാം. മിസ്മാച്ചായി ഞാനിങ്ങനെ തപ്പി വേറെ അതല്ലല്ലോ, ഞാനത് ചെയ്തിട്ടില്ല, ഉദ്ദേശിച്ച സാധനം ചെയ്തിട്ടില്ല, അതല്ലേ. അപ്പോൾ സെൻസറി കോൺസിക്വൻസ് പ്രിഡിക്റ്റ് ചെയ്തതായിട്ട് മിസ്മാച്ച് വന്നു. അപ്പോൾ ഐ ഡിഡ് ഇറ്റ് എന്ന് വരുന്നത് എപ്പോഴാണ്? മസ്തിഷ്കം നേരത്തെ കൂട്ടി എൻ്റെ പ്രവൃത്തിയുടെ ഇന്ദ്രിയാനുഭവം എന്തായിരിക്കുമെന്ന് പ്രിഡിക്റ്റ് ചെയ്തുമായി ഇത് മാച്ചായാൽ ഞാൻ ചെയ്തു. ഈ മാച്ചിങ്ങിലാണ് കിടക്കുന്നത്. മിസ്മാച്ച് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമായി. അപ്പോൾ കർത്തൃത്വബോധം ഈ ഓജോ ബോർഡ് കളിക്കാരിൽ ബീജ ബോർഡ് കളിക്കാരിൽ കുറഞ്ഞ കർത്തൃത്വബോധം ഉണ്ടാകുന്നതിന് കാരണം എന്താ വെച്ചാൽ ബോർഡിൻ്റെ പ്രതികരണം പ്രവചിക്കുന്നതിൽ കളിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നതിനാലാണെന്നാണ് ആൻഡേഴ്സൺ പറയുന്നത്. ഈ കാര്യമാണ് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഐഡിയ മോട്ടോർ ആക്ഷൻ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ ഒന്ന് തൊട്ട് നോക്കി അവിടെ വിട്ടു പോകുന്നുണ്ട്. പൊതുവേ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീജ ബോർഡ്, പിന്നെ ഡൗസിങ്, പെൻഡുലം കറക്കൽ തുടങ്ങിയിട്ടുള്ള ഈ കപട വിദ്യകളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഐഡിയ മോട്ടോർ ആക്ഷൻ എന്നുള്ളത്. അത് സംഗതി ശരി തന്നെയാണ്, ഐഡിയ മോട്ടോർ ആക്ഷൻ തന്നെയാണ്. പക്ഷേ എന്താണ് ഈ ഐഡിയ മോട്ടോർ ആക്ഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഉണ്ടായിട്ടുള്ളൊരു വാക്കാണ്. അത് ആശയം ആദ്യമായിട്ട് രൂപം കൊണ്ട സമയത്ത് അതിനെങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെയല്ല നമ്മളിതിനെ മനസ്സിലാക്കുന്നത് എന്നുകൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വിശദമായിട്ട് പറയുന്നത്. നമ്മൾ ആ ഒരു വാക്ക് അതേ അർത്ഥത്തിൽ തന്നെ പറഞ്ഞാൽ പോരാന്നുള്ളതാണ്. അത് നമുക്ക് അത്ര ക്ലിയറായിട്ട് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ പഴയൊരു അർത്ഥത്തിലാണ് ഇപ്പോഴും ഐഡിയ മോട്ടോർ ആക്ഷൻ എന്ന് പറയുന്നത്. ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിൽ പറഞ്ഞാൽ യൂറോപ്പിൽ പലതരം പാരാനോർമൽ പ്രതിഭാസങ്ങളുടെ ഒരു പൂക്കാലമായിരുന്നു. അപ്പോൾ ഈ ആത്മാവുകളെ വിളിച്ചു വരുത്തുന്ന വിവിധങ്ങളായിട്ടുള്ള ഏർപ്പാടുകൾ ആ കാലത്ത് വളരെ പോപ്പുലറായിരുന്നു. ആ കോണ്ടെക്സ്റ്റിലാണ് പിന്നെ ഈ ഒരു വാക്ക് ഐഡിയ മോട്ടോർ റിഫ്ലക്സ് എന്നുള്ള വാക്ക് വരുന്നത്. 1852 ബ്രിട്ടീഷ് ഫിസിയോളജിസ്റ്റായിട്ടുള്ള വില്യം ബെഞ്ചമിൻ കാർപ്പൻറ്റർ, ഇതങ്ങനെ പ്രകൃത്യതീത ശക്തികളുടെ വിളയാട്ടമൊന്നുമല്ല,
ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ശരീര ചലനങ്ങൾ തന്നെയാണ് ഈ ടേബിൾ കറങ്ങുന്നതിൻ്റെയോ മറ്റുള്ള ഈ പെൻഡുലം അനങ്ങുന്നതിൻ്റെയോ ഒക്കെ പിന്നിലുള്ളത്. ഈ പങ്കെടുക്കുന്ന ആൾക്കാരുടെ മാംസപേശി ചലനങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനെ വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ഐഡിയോമോട്ടോർ റിഫ്ലക്സ് എന്ന് പറഞ്ഞത്. ഒരു പ്രത്യേക കൃത്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ കേവലം ആ ചിന്ത കാരണം കൊണ്ട് തന്നെ ഇച്ഛാരഹിതമായും അബോധപൂർവമായും മാംസപേശി പ്രവർത്തനം ഉണ്ടാവും എന്നാണ് കാർപ്പൻ്റർ നിരീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ജഗ്ഗി വാസുദേവൻ്റെ സാമ്പാർ പരീക്ഷണം ഈ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ചന്ദ്രഗ്രഹണ സമയത്ത് എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം വളരെ എന്താ പറയുക ഒരു പരീക്ഷണത്തിലൂടെ തെളിയിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഒരു രുദ്രാക്ഷമാലയാണ്. ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ വീഡിയോ കാണാൻ നിങ്ങൾക്ക്. ആ വീഡിയോൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. ഒരു പാത്രത്തിൽ ഇങ്ങനെ സാമ്പാറും ചോറും വിളമ്പി വെക്കും. എന്നിട്ട് ആദ്യം അദ്ദേഹത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിക്കും. ഗ്രഹണം തുടങ്ങുന്നതിന് മുമ്പേ ഇതിങ്ങനെ പെൻഡുലം ആടിക്കൊണ്ടിരിക്കും. കൈ വളരെ സ്ട്രെയിറ്റ് ആണ്, ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കേട്ടോ കയ്യിലൊരു അനക്കവും നമ്മൾ കാണില്ല. അതേസമയം ഈ ആ മാല ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു നല്ല ഭക്ഷണമാണ്, കഴിക്കാം. അങ്ങനെ വരുമ്പോൾ ചന്ദ്രഗ്രഹണം വരുന്നു. ചന്ദ്രഗ്രഹണം വന്നതിൻ്റെ ശേഷം ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അനങ്ങൂല. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. പണ്ട് കണ്ട വീഡിയോ ആണ്. അപ്പോൾ എന്തായി, ഈ സാമ്പാർ വിഷമയമായി, കഴിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ ഈ പെൻഡുലത്തിൻ്റെ ചലനം എന്നത് എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ചലിക്കരുത് എന്നാണ്, അല്ലെങ്കിൽ ചലിക്കണമെന്നാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത്? അത് ഐഡിയോമോട്ടോർ റിഫ്ലക്സ് വഴി, ഐഡിയോമോട്ടോർ മൂവ്മെൻറ്റ് വഴി അതിവിടെ പ്രകടിപ്പിക്കപ്പെടുക എന്നാണ് സംഭവിക്കുന്നത്. 63 വീജബോർഡിനെ പറ്റി പരാമർശിക്കുന്ന സ്റ്റൗ ജ്യോത്സ്യം എന്ന ലേഖനത്തിൽ കാർപ്പൻ്ററിൻ്റെ ലേഖനത്തെക്കുറിച്ചാണ്, കാർപ്പൻ്ററിൻ്റെ ബുക്കിനെ കുറിച്ച് 1890 ഞാൻ പറഞ്ഞില്ല 1852 കാർപ്പൻ്റർ പറഞ്ഞ കാര്യമാണ് പേരടക്കം എഴുതിയിട്ടുണ്ട്. പ്ലാൻഷെറ്റിലോ കമ്പാളത്തിലോ ടെംബ്ലറിലോ സ്റ്റൗവിന്മേലോ വെക്കുന്ന കൈവിരലുകൾ കേവലം വെറും നിർജീവ വസ്തുവായല്ല അവയിലിരിക്കുന്നത്. വിരലുകളുടെ ഉടമസ്ഥൻ്റെ മനസ്സ് ആ വിരലുകൾ വഴി ആ ഉപകരണത്തെ ഹിതാനുസരണം അനൈച്ഛികമായി ആണ്. കൃത്യമായിട്ടുള്ള വാക്കാണ്. ഹിതാനുസരണം അനൈച്ഛികമായി ചലിപ്പിക്കുകയാണ്. അതിൽ ദിവ്യമോ ആത്മീയമോ അതൊന്നുമല്ല പ്രവർത്തിക്കുന്നത്. WB എന്നാണ് വേണ്ടത്. അതൊക്കെ ടൈപ്പ് പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. WB കാർപ്പൻ്ററുടെയോ ഫ്രാങ്ക് പാർട്ട്മോറിൻ്റെയോ പുസ്തകങ്ങൾ വായിച്ചാൽ അവിടെ പുസ്തകത്തിൻ്റെ പേരും കാണാം, കാർപ്പൻ്റർ മെൻ്റൽ ഫിസിയോളജി. അതും ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. മെൻ്റൽ സൈക്കോളജി എന്നല്ല, ഇതാണ് ബുക്ക്, മെൻ്റൽ ഫിസിയോളജി എന്നാണ്. ഈ ബുക്കിനെ കുറിച്ചാണ് 1963 ലേഖനം എഴുതുമ്പോൾ MC പറയുന്നത്, കോട്ട് ചെയ്യുന്നത്. ഇന്ന് ഇൻ്റർനെറ്റ് ഉണ്ടായിട്ട് പോലും നമ്മൾ കണ്ടെത്തുന്നില്ല വിജയ ബോർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ് പറയും. നമ്മളെന്നല്ല, ഞാൻ ജനസാമാന്യം എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ചെയ്യുന്നവരില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു ജനസാമാന്യം എന്നും ആ ഒരു ശീലത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. അതിന് അടുത്ത് വേറൊരു ഇതിലേക്ക് നമ്മൾ പോവാണ്. ഡോക്ടർ കാർപ്പൻ്റർ ഈ ആശയം അവതരിപ്പിച്ചിട്ട് 40 കൊല്ലത്തിനുള്ളിൽ തന്നെ ആ ആശയം വികസിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്നുള്ള വില്യം ജെയിംസിൻ്റെ 1890 ആ പുസ്തകം കഴിഞ്ഞിട്ട് ഒരു 40 വർഷത്തിന് ശേഷം വന്നിട്ടുള്ള പുസ്തകമാണ്. ആ പ്രസ്തുതമായിട്ടുള്ള ഒരു വാചകമാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. whenever movement follows unhesitatingly and immediately the notion of it in the mind we have ideomotor action. അതാണ് ഐഡിയോമോട്ടോർ ആക്ഷൻ്റെ ഇന്നും വളരെ പ്രചാരത്തിലുള്ളൊരു നിർവചനം. പല സമകാലിക പേപ്പറുകളിലും തന്നെ അത് ഉദ്ധരിക്കുന്നുണ്ട്. ഇതാണ് ഐഡിയോമോട്ടോർ ആക്ഷൻ്റെ നിർവചനം. ഒരു ചലനത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലുണ്ടാകുമ്പോഴേക്കും ശങ്കാരഹിതമായും താമസമില്ലാതെയും ആ ചലനം ഉണ്ടാകുന്നുവെങ്കിൽ അതാണ് ഐഡിയോമോട്ടോർ ആക്ഷൻ എന്നാണ് 1892 വില്യം ജെയിംസ് വിവരിക്കുന്നത്. ഐഡിയോമോട്ടോർ ആക്ഷൻ അദ്ദേഹം നിർവചിക്കുന്നത് അങ്ങനെയാണ്. തുടർന്നുള്ള വാചകങ്ങളുടെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏകദേശ തർജ്ജമ വായിക്കാം. ഇതാണ്. ഇവിടെ ഞാൻ 2-3 സ്ലൈഡ് അതിൻ്റെ ട്രാൻസ്ലേഷൻ അത് വായിച്ചു പോവാം. ഇവിടെ ചിന്തയുടെയും നടത്തിപ്പിൻ്റെയും ഇടയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യൂട്യൂബിൽ കാണുന്നവർ ആ വാചകം ഇംഗ്ലീഷ് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ ചിന്തയുടെയും നടത്തിപ്പിൻ്റെയും ഇടയിൽ എന്തെങ്കിലും ഉള്ളതായി നമുക്ക് അനുഭവപ്പെടുന്നില്ല. തീർച്ചയായും പലവിധമായ നാഡീ മാംസപേശി പ്രക്രിയകൾ ഇത് രണ്ടിൻ്റെയും ഇടയിൽ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനെപ്പറ്റി യാതൊന്നും അറിയില്ല. നാം പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു, അത് നടക്കുന്നു, അവിടെ തീർന്നു. സ്വയം വിചിന്തനം കൊണ്ട്, ഇൻട്രോസ്പെക്ഷൻ കൊണ്ട് അതിൽ കൂടുതലൊന്നും നമുക്കറിയാൻ കഴിയുന്നില്ല. ഐഡിയോമോട്ടോർ ആക്ഷൻ എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ഡോക്ടർ കാർപ്പൻ്റർ മനുഷ്യ മനസ്സിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കിടയിലെ ഒരു അപൂർവ കൗതുക പ്രതിഭാസമായാണ് അതിനെ മനസ്സിലാക്കിയത്. എമംഗ് ദ ക്യൂരിയോസിറ്റീസ് ഓഫ് അവർ മെൻ്റൽ ലൈഫ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഐഡിയോമോട്ടോർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ വിജബോർഡ് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡൗസിങ്ങിലോ
മാത്രം ബാധകമായ ഒരു പ്രത്യേക ഫിനോമിനാണ് എന്ന് നമ്മൾ ധരിക്കുന്നത്. അത് തെറ്റാണ്. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടി മാത്രമൊരു കാര്യമല്ല ഈ ഐഡിയോമോട്ടോർ ആക്ഷൻ എന്നുള്ള വിഷയം. ഇതങ്ങനെ ഒരു അപൂർവ കൗതുക പ്രതിഭാസമല്ല എന്നതാണ് സത്യം. ശരീരത്തിൽ നിത്യസാധാരണമായി നടക്കുന്നൊരു പ്രക്രിയ ഇവിടെ മറ നീങ്ങി കാണപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സംസാരിച്ചു കൊണ്ടിരിക്കെ നിലത്ത് ഒരു പിന്ന് വീണ് കിടക്കുന്നതോ കോട്ടിൻ്റെ കയ്യിൽ പൊടി പറ്റിയിരിക്കുന്നതോ ഞാൻ കാണുന്നു എന്നിരിക്കട്ടെ. സംസാരത്തിന് യാതൊരു തടസ്സവുമില്ലാതെ ഞാൻ ആ പിന്ന് കുനിഞ്ഞെടുക്കുകയോ കയ്യിലെ പൊടി തട്ടിക്കളയുകയോ ചെയ്യുന്നു. ഇത് വില്യം ജെയിംസ് പറയുന്നതാണ്. ബോധപൂർവമായ ഒരു തീരുമാനമെടുത്ത് ചെയ്യുന്ന കാര്യമല്ല ഇത്. ഈ വസ്തുക്കളെ കാണുന്നു, ചെയ്യാനുള്ള കാര്യത്തെപ്പറ്റി ഒരു നൈമിഷികമായ ചിന്ത കടന്നു പോകുന്നു മനസ്സിലൂടെ. അത്രയും കൊണ്ട് തന്നെ പിന്നെടുക്കുക, പൊടി തട്ടിക്കളയുക എന്ന പ്രവൃത്തി നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ അത്താഴം കഴിഞ്ഞ് തീന്മേശക്കടുത്തിരിക്കുമ്പോൾ മേശപ്പുറത്തുള്ള അണ്ടിപ്പരിപ്പും ഡ്രൈ ഫ്രൂട്ട്സും എടുത്ത് ഇടയ്ക്കിടെ ഞാൻ കുറിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ അത്താഴം കഴിച്ചു കഴിഞ്ഞു. പക്ഷേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ മിക്കവാറും അറിയാതെയാണ് ഇത് ചെയ്യുന്നത്. ഈ വസ്തുക്കൾ അവിടെ ഉണ്ടെന്ന കാഴ്ചയും ഞാനത് തിന്നേക്കുമെന്ന ക്ഷണികമായ തോന്നലും കൊണ്ട് മാത്രം തീറ്റ എന്ന കാര്യം നടന്നു കഴിഞ്ഞു. ഇതാണ് ഐഡിയോമോട്ടോർ ആക്ഷൻ. അല്ലാതെ വളരെ പ്രകടമായൊരു ശാസനം ഒന്നും ഇവിടെ ഉണ്ടാവുന്നില്ല. ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറിനെയും നിറച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പതിവ് പോക്കുവരവുകളും സ്വയം ക്രമീകരണങ്ങളും നടന്നു പോകുന്നത് അപ്പപ്പോൾ ഉണ്ടാകുന്ന ഇന്ദ്രിയ അറിവുകളോടുള്ള ഉടൻ പ്രതികരണങ്ങൾ എന്ന നിലക്കാണ്. ഇച്ഛാപൂർവ പ്രവർത്തനങ്ങൾ വോളണ്ടറി ആക്ട്സ് എന്ന് വിളിക്കണമോ അതോ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കണമോ എന്ന് തീരുമാനിക്കാൻ വിഷമമാകുന്ന അത്രത്തോളം പെട്ടെന്നാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. It is often difficult to decide whether or not to call them reflex rather than voluntary actions. നമ്മൾ ഇച്ഛാപൂർവമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പോലും അങ്ങനെ പൂർണ്ണമായി ഇച്ഛാപൂർവ്വം നമുക്ക് പറയാൻ പറ്റില്ല. ഐഡിയോമോട്ടോർ ആണെന്നാണ്. എല്ലാ നമ്മുടെ പ്രവർത്തനത്തിൻ്റെയും ഒരു അടിസ്ഥാന സ്വഭാവമാണ് ഈ ഐഡിയോമോട്ടോർ ആക്ഷൻ എന്നുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയുമാണ് ഐഡിയോമോട്ടോർ ആക്ഷൻ എന്നതിനെക്കുറിച്ചുള്ള വില്യം ജെയിംസിൻ്റെ 1890 ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ച കണ്ണികയിൽ പറഞ്ഞ കാര്യം. ഈ സെൻസ് ഓഫ് ഏജൻസി എന്ന നമ്മൾ ചർച്ച ചെയ്ത വിഷയവുമായിട്ട് ഐഡിയോമോട്ടോർ തിയറി എങ്ങനെ ബന്ധപ്പെടുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സെൻസ് ഓഫ് ഏജൻസിയെക്കുറിച്ചിട്ടുള്ള ഗവേഷണ രംഗത്ത് ഏറ്റവും അധികം അറിയപ്പെടുന്ന പേരുകളിലൊന്നാണ് ഞാൻ നേരത്തെ കാണിച്ച പാട്രിക് ഹഗാർഡ്. അദ്ദേഹം കോതറായിട്ടുള്ളൊരു ചാപ്റ്റർ ഈ കാണുന്ന പുസ്തകത്തിലുണ്ട്. ചിത്രം അവിടെ കാണിച്ചതിൻ്റെ ആക്ഷൻ സയൻസ് എന്നുള്ള ബുക്ക്. അതിൻ്റെ അകത്തൊരു ചാപ്റ്റർ ഉണ്ട്. അതിൻ്റെ 14ാമത്തെ ചാപ്റ്ററാണ്. അതിലൂടെ കടന്നുപോയാൽ നമുക്ക് ഐഡിയോമോട്ടോർ തിയറിയും സെൻസ് ഓഫ് ഏജൻസിയുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ ക്ലാസിക്കൽ ഐഡിയോമോട്ടോർ തിയറിക്ക് ഈ രംഗത്തിലുള്ള പരിമിതി എന്താണ്, ആധുനികമായ ധാരണകൾ ഈ ക്ലാസിക്കൽ ഐഡിയോമോട്ടോർ തിയറി എങ്ങനെ പരിഷ്കരിക്കുന്നു എന്നീ വിഷയങ്ങൾ വ്യക്തമാവും. കുറച്ച് ഗൗരവമായി ഇത് ശ്രദ്ധിക്കുന്നവർക്ക് ആവശ്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം വലിയൊരു തെറ്റിദ്ധാരണ ഈ ഐഡിയോമോട്ടോർ ആക്ഷൻ എന്ന് പറയുന്നതിലുണ്ടായിട്ടുണ്ട്. നമ്മൾ വിശകലനമൊക്കെ തന്നെ അത് ഐഡിയോമോട്ടോർ ആക്ഷനാണ് എന്ന് പറയുന്നതോടുകൂടി അവസാനിക്കാം. അതായത് ഈ വോളണ്ടറി ആക്ഷൻസ്, ഇച്ഛാപൂർണമായ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ചലനങ്ങൾ ഉണ്ടാവാൻ ആ ചലനങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രം മതി. എടുക്കണം എന്നൊരു തോന്നലുണ്ടായി എടുക്കുകയും അതിൻ്റെ ഇടയിൽ ആവശ്യമായ മാംസപേശി ചലനങ്ങൾ സ്വയം ഉദ്ദീപിക്കപ്പെടുന്നുണ്ട്. അല്ലാതെ ഒരു ഇൻറ്റേർണൽ വോളീഷൻ, ഇപ്പം ഏതൊരു സിനിമയല്ലേ അതാ ഒരു വെടിയുണ്ട വരുന്നു മാറിക്കളയാം, അങ്ങനെ ഒരു സംഭവമില്ല. അത് വളരെ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ഐഡിയ ഉണ്ടായാൽ മതി, അപ്പോഴേക്കും സാധനം എടുത്തു കഴിഞ്ഞു, ചെയ്യൽ കഴിഞ്ഞു. അങ്ങനെയാണ് ഐഡിയോമോട്ടോർ ആണ് നമ്മുടെ ആക്ഷൻസ്. അപ്പോൾ അല്ലാതെ ഒരു ഇൻറ്റേർണൽ വോളീഷൻ്റെ ആവശ്യം, ഒരു ആന്തരിക ഇച്ഛ എൻ്റെ ആവശ്യമില്ല. അതാണ് അദ്ദേഹം പറയുന്ന ഉദാഹരണങ്ങളൊക്കെ. പൊടി കോട്ടിൻ്റെ കയ്യിൽ പൊടി കണ്ടു, സ്വാഭാവികമായി തട്ടിക്കഴിഞ്ഞു. ഇത് പൊടിയാണല്ലോ, ഇതിവിടെ കിടന്നാൽ ആൾക്കാർ എന്നെ എന്ത് വിചാരിക്കും, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, പൊടി കാണലും തട്ടലും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്ന പോലെ ഇച്ഛാപൂർണമായ പ്രവൃത്തികൾ എന്നത് നമ്മൾ വിവരിക്കുന്ന ഈ ചലനങ്ങൾക്ക് പിന്നിൽ ബോധപൂർവമായൊരു ഉദ്ദേശം അനിവാര്യമല്ല. അപ്പം ബീജ ബോർഡിൽ എ എന്നുള്ള അക്ഷരം വന്ന് കണ്ടപ്പോൾ അനൂപ് എന്ന പേര് മനസ്സിൽ വന്ന ആളിൻ്റെ കണ്ണ് എൻ എന്ന അക്ഷരത്തിലേക്ക് പോവുക, കയ്യിലെ മാംസപേശികളുടെ അക്ഷരത്തിലേക്ക് ഹരുവിനെ നീക്കാൻ ആരംഭിക്കുന്നത് സ്വാഭാവികമായ ഒരു ഐഡിയോമോട്ടോർ പ്രവർത്തനമാണ്. ഏതാണ് ഐഡിയോമോട്ടോർ പ്രവർത്തനം? ഇവിടെ ഒരു പൊടി കണ്ടു എന്നൊന്നും മനസ്സിലാവേണ്ട കാര്യമില്ല. അത് കാണലും തട്ടലും കഴിയുന്ന പോലെയാണ്. എ എന്ന അക്ഷരം കാണുമ്പോൾ ഉടനെ അനൂപ് എന്ന് ഓർമ്മ വരികയും എന്നിലേക്ക് മാറുകയും ചെയ്യുന്നത്. ഇത് അത്ര ബോധത്തിലേക്ക് നടക്കുന്നുള്ളൂ. വളരെ കൃത്യമായ ആലോചന. അനൂപ് എന്നാണല്ലേ വന്നത്, എങ്കിൽ എൻ എന്നാണല്ലോ അക്ഷരം,
അത് എൻ എവിടെയാണ് വരുന്നത് എന്ന് നോക്കിക്കളയാം, ഇങ്ങനെ വിചാരിച്ചിരുന്നല്ല, ഇത്രയും കാര്യമായ ചിന്തയൊന്നും വരുന്നില്ല എന്ന് വരുന്നു. അപ്പോഴേക്കും കൈ സ്വാഭാവികമായിട്ട് അതാണ് ഐഡിയോമോട്ടർ ആക്ഷൻ്റെ പ്രത്യേകത. സ്വാഭാവിക സംഭവിക്കുന്ന പ്രവർത്തനമാണ്. ഈ ചലനത്തിൽ വില്യം ജെയിംസ് പറഞ്ഞ പോലെ ഇറ്റ്സ് ഓഫൻ ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് വെദർ ഓർ നോട്ട് ടു കോൾ ദം റിഫ്ലക്സ് റാദർ ദാൻ വോളണ്ടറി ആക്ട്സ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇത് ഈ ഒരു ആദ്യം ഞാനിവിടെ ചുവപ്പ് മഷി കാണുന്നത്, എ കോൺഷ്യസ് ഇൻറ്റൻറ്റ് ഈസ് നോ ലോങ്ങർ എ നെസസറി ആൻറ്റിസിഡൻറ്റ് ഓഫ് എ വോളണ്ടറി ആക്ഷൻ എന്നുള്ളതാണ്. അത് ഷാംബോൺ ആൻഡ് ഹഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്റർ എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ഈ അനൂപ് എന്ന പേരിൻ്റെ രണ്ടാമത്തെ അക്ഷരം എന്നാണല്ലോ, അത് ഞാൻ പറയില്ലേ ഇംഗ്ലീഷ്, ഇതിൽ ഇത്രയൊന്നും അതിൽ കാണേണ്ട കാര്യമില്ല. അത് ആ ഇതിലേക്ക് എത്തുമ്പോഴേക്ക് തന്നെ ചിന്തിച്ചുറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചലനം നടന്നു കഴിഞ്ഞു. ഇങ്ങനെയാണ് മിക്കവാറും നമ്മുടെ എല്ലാ ചലനങ്ങളും, വോളണ്ടറി എന്ന് നമ്മൾ പറയുന്ന ഇച്ഛാനുസൃതമായ ചലനങ്ങളും പ്രവൃത്തികളും ഒക്കെ നടക്കുന്നത് ഈ ലെവലിലാണ്. അല്ലാണ്ട് ഓരോന്നും ചിന്തിച്ചുറപ്പിച്ചല്ല നടത്തും. ചലനത്തെക്കുറിച്ചിട്ട് ഇച്ഛാപ്രവർത്തനത്തെക്കുറിച്ചിട്ട് ബോധപൂർവം നമുക്കറിയാൻ കഴിയുന്നത് അതിൻ്റെ ഫലം എങ്ങനെയായി എന്നത് മാത്രമാണ്. ഇതാണ് ഐഡിയോമോട്ടർ തിയറിയുടെ ഒരു സംഗതി. ഈ ഫലം എന്താണ് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ആ ഫലം നമുക്കറിയാം. ആ പ്രവചനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഐഡിയോമോട്ടർ തിയറി എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ആകെ അറിയാവുന്നത് ഈ ആശയവും അത് നടന്നു കഴിഞ്ഞാലുള്ള അനുഭവവും മാത്രമാണെന്നാണ്. അതാണ് ഐഡിയോമോട്ടർ തിയറി. അപ്പോൾ ഫലത്തെക്കുറിച്ചിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് മസ്തിഷ്കത്തിന് ബോധപൂർവ്വം നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത്. എങ്ങനെ ഇത് പ്രവൃത്തിയിലായി എന്ന് നമുക്ക് ബോധമണ്ഡലത്തിലുള്ള ഒരു കാര്യമല്ല, അബോധപൂർവമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇന്റർമീഡിയറ്റ് ആക്ഷൻ സെലക്ഷൻ ആൻഡ് ഗൈഡൻസ് പ്രോസസ്സസ് റിസൈഡിങ് ബിനീത്ത് ദ ഹൊറിസോൺ ഓഫ് കോൺഷ്യസ്നസ് എന്നാണ്. ഐഡിയോമോട്ടർ തിയറി അനുസരിച്ചിട്ട് സെൻസ് ഓഫ് ഏജൻസി, കർത്തൃത്വ ബോധം എന്നത് റിട്രോസ്പെക്റ്റീവായിട്ട് നമ്മൾ രൂപപ്പെടുത്തുന്ന ഒന്നാണ്. ചലനമുണ്ടാക്കുന്ന മോട്ടോർ പ്രോഗ്രാംസൊക്കെ അബോധപൂർവമായാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മാംസപേശികളെ റിക്രൂട്ട് ചെയ്യുക, അത് ഈ പ്രവർത്തനം നടത്തുക എന്നുള്ളതൊക്കെ അബോധപൂർവമാണ്. അപ്പോൾ അത് ഞാനാണ് ചെയ്തതെന്ന കർത്തൃത്വബോധം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ആട്രിബ്യൂഷൻ ഓഫ് ഏജൻസി ഈസ് മിയർലി പോസ്റ്റ് ഹോക്ക്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മനസ്സിലുണ്ടായ ആശയവും നടന്ന കാര്യവും ഒന്ന് തന്നെയാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് നമുക്ക് കർത്തൃത്വ ബോധം ഉണ്ടാകുന്നതെന്നാണ് ഐഡിയോമോട്ടോർ തിയറി. അതാണ് ഐഡിയോമോട്ടോർ തിയറി. അപ്പോൾ മനസ്സിലുണ്ടാകുന്ന ആശയവും ആ ആശയത്താൽ പ്രേരിതമായി അബോധമായി നടക്കുന്ന ആക്ഷൻ്റെ ഫലവും തമ്മിൽ മാച്ച് ചെയ്താൽ മാത്രമേ കർത്തൃത്വ ബോധം ഉണ്ടാവൂ. ഇതാണ് ഐഡിയോമോട്ടോർ തിയറി കേട്ടോ. മനസ്സിൽ ഉദിച്ച പേര് അനൂപ് എന്നായിരിക്കെ താൻ കൈവച്ച ഓജോ ബോർഡ് കരു അയാൾ കൈവച്ചിട്ടുണ്ട്. അത് AN എന്ന അക്ഷരത്തിന് ശേഷം O എന്ന അക്ഷരത്തിന് A എന്ന അക്ഷരത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ദർസ് എ ലോസ് ഓഫ് കൺട്രോൾ. അതാണ് സംഭവിക്കുന്നത്. ഇപ്പം അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കല്ല, അയാൾ മനസ്സിൽ കണ്ട പേരിലേക്കല്ല നീങ്ങുന്നത്, പക്ഷേ അയാൾ കൈവച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ്? അയാളുടെ ലോസ് ഓഫ് ഏജൻസി ഉണ്ടാവുകയാണ്. ഇയാളുടെ മനസ്സിൽ ആശയമുണ്ടായി, പക്ഷേ സാധനം ഐഡിയോമോട്ടറായിട്ട് പോയത് വേറൊരു വഴിക്കാണ് എന്നുള്ളതാണ്. ഇവിടെ ഈ മിസ്മാച്ച് ഉണ്ടായി, ഉദ്ദേശിച്ചല്ല സംഭവിച്ചത്. കാരണം എന്താണ്? കളിയിലെ പാർട്ട്ണറിൻ്റെ മനസ്സിൽ വേറൊന്ന് ഉദിച്ചു, അയാളുടെ ഐഡിയോമോട്ടർ. അപ്പോൾ ഐഡിയോമോട്ടർ തിയറി അനുസരിച്ചിട്ട് കർത്തൃത്വ ബോധം എന്നത് മസ്തിഷ്കം എത്തിച്ചേരുന്ന ഒരു അനുമാനമാണ്, ഇൻഫറൻസാണ്. എങ്ങനെയാണ് ഈ അനുമാനത്തിലെത്തുന്നത്? അത് റിട്രോസ്പെക്റ്റീവായിട്ടാണ്, അല്ലെ പ്രത്യവലോകനത്തിലൂടെയാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ചലനത്തിന് കാരണമായിട്ടുള്ള ആശയവും ചലനം കൊണ്ടുണ്ടായ ഫലവും തമ്മിൽ പൊരുത്തമുണ്ടായാൽ ആ ചലനത്തിൻ്റെ കർത്താവ് താനാണ് എന്ന നിഗമനത്തിലെത്തും. ഇതാണ് കർത്തൃത്വബോധം സംബന്ധിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഐഡിയോമോട്ടോർ തിയറി നമുക്ക് പറയാം. എന്നാൽ ഈ വിവരണത്തിൻ്റെ ഒരു പരിമിതി എന്താണെന്നറിയോ? സെൻസ് ഓഫ് ഏജൻസി അത് ഇങ്ങനെയാണ്. സെൻസ് ഓഫ് ഏജൻസി സംബന്ധിച്ചുള്ള പല പരീക്ഷണങ്ങളിലും ഈ പരീക്ഷിക്കപ്പെടുന്നവരുടെ മനസ്സിൽ ഈ ചിത്രത്തിൽ കാണാം, അവരുടെ മനസ്സിൽ പിന്നെ പല ആശയങ്ങളും ഇട്ടുകൊടുത്തിട്ട് ഈ സെൻസ് ഓഫ് ഏജൻസിനെ കബളിപ്പിക്കാൻ പറ്റും. അതാണ് ഓജോ ബോർഡിൽ സംഭവിക്കുന്നത്. പക്ഷേ സാധാരണ നമ്മുടെ ജീവിതത്തിൽ സെൻസ് ഓഫ് ഏജൻസി അത്രയധികം കബളിക്കപ്പെടുന്നതേ ഇല്ല. ഓരോ തവണയും നമ്മുടെ ഓരോ കൃത്യത്തിൻ്റെയും കൂടെ നമ്മളത് ചെയ്തു എന്ന ബോധം നമുക്കുണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട് യഥാർത്ഥ ലോകത്തിൽ ഇത്രയധികം സെൻസ് ഓഫ് ഏജൻസി കബളിക്കപ്പെടാതെ ഇരിക്കുന്നു എന്നതാണ് വിവരിക്കാൻ പ്രയാസമായ ഒരു കാര്യമെന്നാണ് ഹഗാർഡ് പറയുന്ന കാര്യം. വളരെ അപൂർവമായിട്ടുള്ള പരീക്ഷണ അവസരങ്ങളിലോ ബീജ ബോർഡിലോ മാത്രമേ അല്ലെങ്കിൽ മനോരോഗങ്ങളില്ലാത്ത മനുഷ്യർക്ക് സെൻസ് ഓഫ് ഏജൻസി, മനോരോഗങ്ങളുടെ ഭാഗമായിട്ട് സെൻസ് ഓഫ് ഏജൻസി നഷ്ടപ്പെടും കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെയുള്ള അപൂർവ സന്ദർഭങ്ങളിലല്ലാതെ നമുക്ക് സെൻസ് ഓഫ് ഏജൻസി നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇതാണ് ഈ സെൻട്രൽ വീക്ക്നെസ് ഓഫ് ഐഡിയോമോട്ടോർ ബേസ്ഡ് തിയറീസ് എന്ന് പറഞ്ഞതാണ്.
വി ആർ നോട്ട് ഡെലിവേർഡ് ഓൾ ദ ടൈം. എന്തുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഡെലിവേർഡ് ആവുന്നില്ല? എന്തുകൊണ്ട് മനുഷ്യർ സദാ കർത്തൃത്വബോധം സംബന്ധിച്ച മതിഭ്രമങ്ങളിൽ പെട്ടുപോകുന്നില്ല? അതിനൊരു ഭൗതിക വിശദീകരണം ആവശ്യമുണ്ട്. ഉദ്ദേശങ്ങളെ അല്ലെങ്കിൽ ആശയങ്ങളെ ആക്ഷനായിട്ട് പരാവർത്തനം ചെയ്യുന്ന മസ്തിഷ്ക പ്രക്രിയയെ ഐഡിയമോട്ടോർ തിയറി പരിഗണിക്കുന്നില്ല എന്നാണ് നമ്മൾ കണ്ടത്. ഈ ഭാഗത്തെ പരിഗണിക്കുന്നത് വഴി ഐഡിയമോട്ടോർ തിയറിയുടെ ദൗർബല്യത്തെ മറികടക്കാൻ കഴിയും. അതിനാണ് വേറൊരു മോഡൽ നിർദ്ദേശിക്കുന്നത്. ഈ മോഡലിനെയാണ് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു വന്നിച്ചത്. അതിന് പ്രിഡിക്റ്റീവ് ഫോർവേഡ് മോഡൽ എന്ന് പറയും. 2002 യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലുള്ള സാറ ജെയിംസ് ബ്ലാക്ക്മോർ വേറെ 2 സഹഗവേഷകരും ചേർന്ന് പ്രസിദ്ധീകരിച്ച ഒരു പേപ്പറാണ് അത് വിവരിക്കുന്നത്. ആ മോഡലിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടൈറ്റിലാണ് വൈ കാണ്ട് യു ടിക്കിൾ യുവർ സെൽഫ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇക്കിളിയാവുക എന്നൊരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് നമ്മളെ തന്നെ ഇക്കിളിയാക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. വേറൊരാൾക്ക് നമ്മൾ ഇക്കിളിയിടാൻ പറ്റും, പക്ഷെ അവനവൻ ഒരിക്കലും അവനവനെ ഇക്കിളിയാക്കാൻ പറ്റില്ല. ആ ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്, വൈ കാണ്ട് യു ടിക്കിൾ യുവർ സെൽഫ്. അവിടെയാണ് ഈ മോഡൽ വരുന്നത്. അപ്പോൾ ആ മോഡലിൻ്റെ വിശദാംശങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് പോകാൻ നേരില്ല. നമുക്ക് ആവശ്യമുള്ള ഭാഗം ഞാൻ പറയുന്നുള്ളൂ. ആ ടൈറ്റിൽ മാത്രം പറഞ്ഞിട്ട് പറയാം എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വയം ഇക്കിളിപ്പെടുത്താൻ പറ്റുന്നില്ല മോഡൽ. നമുക്കറിയേണ്ടത് സെൻസ് ബെയിൻസ് എന്തുകൊണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രിഡിക്റ്റീവ് ഫോർവേഡ് മോഡൽ അത് തുടങ്ങുന്നത് നമ്മളെ ഐഡിയമോട്ടോർ മോഡൽ പോലെ തന്നെ ആശയത്തിൽ നിന്ന് തന്നെയാണ്. നിലത്ത് നിന്ന് പിന്നെടുക്കണം, കോട്ടിൻ്റെ കയ്യിൽ നിന്ന് പൊടി തൊടുത്ത് കളയണം. ബിഗിൻസ് വിത്ത് എ ഡിസൈഡ് ഗോൾ സ്റ്റേറ്റ്. ഈ ആക്ഷന് ആവശ്യമായ മാംസപേശി ചലനങ്ങൾ അത് നടക്കാൻ നാഡീമാർഗ സന്ദേശങ്ങൾ മസ്തിഷ്കത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുകയും അത് ആ ചിത്രം തന്നെ കാണിച്ചിരിക്കുന്നതാണ്. ഏതേത് മാംസപേശികൾ സങ്കോചിക്കണം, ഏതേത് റിലാക്സ് ചെയ്യണം. ഇങ്ങനെ മടങ്ങണമെങ്കിൽ ഇവിടെയുള്ളത് ആക്ട് ചെയ്യണം, ഇവിടെ റിലാക്സ് ചെയ്യണമല്ലോ. അതിനുള്ള സന്ദേശങ്ങൾ നെർവുകൾ വഴി മാംസപേശികളിലേക്ക് പോകുന്നു. അത് മോട്ടോർ ഏരിയ ആവശ്യമായ സെലക്ട് ചെയ്യുന്നു, മസ്തിഷ്കത്തിൽ നിന്ന് മാംസപേശികളിലേക്ക് നാഡീപാതകൾ വഴി പോകുന്നു. അതേസമയം തന്നെ ഈ മോട്ടോർ കമാൻഡുകളുടെ ഒരു കോപ്പി മസ്തിഷ്കത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്നതാണ്. എന്താണ് ഈ ഉദ്ദിഷ്ടമായ ചലനങ്ങൾ കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്? അത് ഈ മോട്ടോർ കമാൻഡുകൾ വെച്ചുകൊണ്ട് തന്നെ മസ്തിഷ്കം മോഡൽ ചെയ്യുന്നുണ്ടെന്നാണ്. സെൻസറി കോൺസിക്വൻസ് എന്തായിരിക്കും എന്ന് പ്രവചിക്കാനാണ് ഈ എഫറൻസ് കോപ്പി എന്ന് പറയുക. ഈ എഫറൻസ് കോപ്പിയെ മസ്തിഷ്കത്തിൽ പുനരുപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഈ നമ്മൾ IM തിയറി, ഐഡിയമോട്ടോർ തിയറി അനുസരിച്ചിട്ട് ഒരു കൃത്യം നടന്നു കഴിഞ്ഞാൽ മാത്രമേ മസ്തിഷ്കത്തിന് ആ കൃത്യത്തിൻ്റെ ഫലത്തെക്കുറിച്ചിട്ട് വല്ല അറിവും ഉണ്ടാവാൻ വഴിയുള്ളൂ. സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ സെൻസറി കോൺസിക്വൻസ് അറിയാൻ പറ്റുള്ളൂ. അതേസമയം ഈ പ്രെഡിക്റ്റീവ് ഫോർവേഡ് മോഡലിൽ അതിന് കമ്പാരേറ്റർ മോഡൽ എന്ന് പറയും. അതനുസരിച്ചിട്ട് മസ്തിഷ്കം മോട്ടോർ കമാൻഡുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ കമാൻഡുകളുടെ ഫലമായി ഉണ്ടാവാൻ പോകുന്ന ഇന്ദ്രിയ അനുഭവം എന്തായിരിക്കും, ഇന്ദ്രിയ അനുഭവ വ്യതിയാനങ്ങൾ എന്തായിരിക്കും എന്നുള്ളത്. വിരലുകൾ കോട്ടിൽ തട്ടുന്നു, ആ ഒരു എന്താ പറയുക, ആ ഒരു ചെറിയ ശബ്ദം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സെൻസറി കോൺസിക്വൻസ് എന്താണ്, തട്ടുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, കോട്ടിൽ തട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് സെൻസേഷൻ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളത്, പൊടി പറന്നു പോകുന്നു, ഇങ്ങനെയുള്ള സെൻസറി കോൺസിക്വൻസസ് എന്തായിരിക്കും എന്നതിനെ പറ്റിയിട്ട് മസ്തിഷ്കം ഒരു മോഡൽ ഉണ്ടാക്കുന്നുണ്ട്. അത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്? ഏതോ ഒരു കമാൻഡാണോ ഈ തട്ടാൻ വേണ്ടി മാംസപേശികളിലേക്ക് അയക്കുന്നത്, ആ കമാൻഡിൻ്റെ ഒരു കോപ്പി ഉപയോഗിച്ചുകൊണ്ട് മസ്തിഷ്കത്തിൽ തന്നെ എന്താണ് സംഭവിച്ചാൽ ഉണ്ടാകാവുന്ന സെൻസറി കോൺസിക്വൻസസ് എന്നതിനെക്കുറിച്ച് മോഡൽ ചെയ്യുന്നുണ്ട് എന്നാണ് കമ്പാരേറ്റർ മോഡൽ എന്ന് പറയുന്നത്. പ്രെഡിക്റ്റീവ് ഫോർവേഡ് തിയറി. ഓക്കെ, ഈ പ്രവചനത്തെ 2 തരത്തിൽ മസ്തിഷ്കം ഉപയോഗപ്പെടുന്നതാണ്. ഇതിനാണ് ഈ പ്രവചനം 2 തരത്തിൽ. ഒന്ന്, ചലനം അതിൻ്റെ ഉദ്ദേശിച്ച ലക്ഷ്യം സാധിച്ചുവോ, ഇനിയും കൂടുതൽ മോട്ടോർ കമാൻഡുകൾ വേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ. ഒരു പൊടി തട്ടി, പൊടി പോയില്ല, ഒന്നുകൂടി തട്ടി, അതിങ്ങനെ പോയില്ല ആലോചിച്ചിട്ടല്ല, അപ്പോൾ കൂടുതൽ കമാൻഡുകൾ കൊടുക്കേണ്ടതുണ്ടോ എന്ന് അറിയാൻ. കാരണം ആ സെൻസറി കോൺസിക്വൻസസ് എന്താണെന്നുള്ളതിനെ ബേസ് ചെയ്താണ് കൂടുതൽ കമാൻഡുകൾ കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചെയ്യാൻ പറ്റും. അതിനാണ് ഒരു പ്രയോജനം. രണ്ടാമത്തെയാണ് നമുക്ക് കൂടുതൽ പ്രയോജനമായിട്ടുള്ളത്. ഈ നമ്മുടെ ചർച്ചയിൽ കൂടുതൽ നമ്മൾ ആവശ്യം അതാണ്. ഈ മോട്ടോർ കമാൻഡുകളുടെ പതിപ്പ് ഉപയോഗിച്ചുകൊണ്ട് മസ്തിഷ്കം പ്രവചിച്ച ഫലങ്ങൾ തന്നെയാണോ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് എന്ന് നിർണ്ണയിക്കാൻ പറ്റും. അതായത് താൻ തന്നെ സ്വയം ചെയ്യുന്ന കൃത്യങ്ങളും താനുമായി ബന്ധമില്ലാതെ നടക്കുന്ന കൃത്യങ്ങളും വേർതിരിച്ചറിയാൻ ഈ പ്രെഡിക്റ്റീവ് ഇൻഫർമേഷൻ പ്രയോജനപ്പെടും. ഞാനിവിടെ എനിക്ക് തോന്നിയൊരു ഉദാഹരണം പറയുകയാണ്, അത്ര കൃത്യമായിക്കൊള്ളുന്നില്ല, ഇത് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതല്ല, എൻ്റെ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ വില്യം ജെയിംസ് പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് സംസാരിച്ചിരിക്കെ തൻ്റെ കോട്ടിൻ്റെ കയ്യിൽ ഒരു പൊടി പറ്റിയിരിക്കുന്നതായി കാണുന്നു. ഐഡിയമോട്ടോറായിട്ട് ആ പൊടി അദ്ദേഹം തട്ടിക്കളയുന്നു ഉദാഹരണം പറയുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് അവിടെ പൊടിക്ക് പകരം എവിടെ നിന്നോ പാറി വന്ന ഒരു ചെറിയ കഷ്ണം തൂവലായിരുന്നു എന്ന് വിചാരിക്കാം. പക്ഷിത്തൂവൽ കാണുന്നു, അത് തട്ടിക്കളയണം എന്ന ആശയം ജെയിംസിൻ്റെ മനസ്സിലുണ്ടാവുന്നു, മസ്തിഷ്കത്തിലുണ്ടാവുന്നു. വലത് കൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും ഒപ്പോസിഡായി ഇങ്ങനെ പിടിക്കുന്നു, അത് വായുവിൽ ഉയരുന്നു,
കൈ കോട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഈ തൂവൽ പറന്നുപോയി. പെട്ടെന്നൊരു കാറ്റ് വന്ന് തൂവൽ പറന്നുപോയി. ഇവിടെ ജെയിംസിന് ഒരു ഡെല്യൂഷൻ ഓഫ് ഏജൻസി ഉണ്ടാവുന്നില്ല. കാരണം അയാളുടെ ഈ കാണുകയും ഇത് കളയണമെന്നുള്ള ആശയം ഉണ്ടാവുന്നു. യഥാർത്ഥത്തിൽ ആശയം നടക്കുന്നു. അത് അദ്ദേഹം ചെയ്തതല്ല. പക്ഷേ ഐഡിയ മോട്ടോർ തിയറി അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇയാൾക്കൊരു ഡെല്യൂഷൻ ഓഫ് ഏജൻസി അയാൾ തട്ടിക്കളഞ്ഞു എന്ന് തന്നെ അയാൾ വിചാരിക്കണം. കാരണം ആദ്യം ഉണ്ടായിരുന്ന ആശയം തൂവലിനെ കളയണമെന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം കൈ പൊക്കി കമാൻഡോ കൊടുത്തു. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് പറന്നുപോയി. ഐഡിയ മോട്ടോർ തിയറി അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് തോന്നണം ഞാനാണല്ലോ തട്ടിക്കളഞ്ഞെന്ന് തോന്നണം. ഞാൻ തട്ടിക്കളഞ്ഞു സ്വാഭാവികം തോന്നണം ഐഡിയ മോട്ടോർ തിയറിക്ക്. കാരണം ഇതിൻ്റെ ഇടയിൽ ഉള്ളത് നമ്മുടെ ബോധമണ്ഡലത്തിലുള്ളതല്ല, അത് നമുക്കറിയില്ല, ബ്ലാക്ക് ബോക്സാണ് എന്നാണ് ഐഡിയ മോട്ടോർ തിയറി. ഇതുണ്ടായിക്കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞ പ്രവൃത്തിയുടെ സെൻസറി കോൺസിക്വൻസസ് വെച്ചാണ് ഏജൻസി ഉണ്ടാക്കുന്നത് എന്നാണ് ഐഡിയ മോട്ടോർ തിയറി. അങ്ങനെയാണെങ്കിൽ ഇയാളൊരു ഡെല്യൂഷൻ ഓഫ് ഏജൻസിയിൽ പെടേണ്ടതാണ്. അത് സംഭവിക്കുന്നില്ല. അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് വൈ വി ആർ നോട്ട് ഡെല്യൂഡഡ് ഓൾ ദ ടൈം എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് വീക്ക്നെസ് എന്ന് പറയാനുള്ള കാരണം. അതാണ്. അപ്പോൾ ഐഡിയക്കും മോട്ടോറിനും ഇടയിൽ നമ്മൾ വിവരിച്ച പോലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് മെക്കാനിസം കണ്ടെത്തുന്നതോടെ ഐഡിയ മോട്ടോർ തിയറിയെ സംബന്ധിച്ച് ഒന്നാമത്തെ നേരത്തെ നമ്മൾ നിരീക്ഷിച്ച പ്രധാന പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്. എന്താണ് പ്രശ്നം? ഉദ്ദേശവും പ്രവൃത്തിയുടെ അനുഭവവുമായി താരതമ്യം ചെയ്തതാണ് കർത്തൃത്വബോധം രൂപപ്പെടുത്തുന്നത് എന്നതാണ് ഐഡിയ മോട്ടോർ തിയറിയുടെ അനുമാനം. അതങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വില്യം ജെയിംസിന് കാറ്റ് വന്ന് തട്ടിക്കളഞ്ഞപ്പോഴും താൻ സ്വയം ചെയ്തു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകുമായിരുന്നു. ഇവിടെ ഒരു സ്പ്യൂരിയസ് കോറിലേഷൻ ബിറ്റ്വീൻ ഇൻറ്റൻഷൻസ് ആൻഡ് ആക്ഷൻ ഇഫക്ട്സ് ആണ് പറഞ്ഞത്. മേജർ ഡിഫിക്കൽട്ടീസ് ഓഫ് IM മോഡൽ. ആസ് വി ഔട്ട്ലൈൻഡ് earlier, IM models are prone to infer agency based on spurious correlations between intentions and action effects എന്നുള്ളതാണ്. അതായത് ഉദ്ദേശത്തിൻ്റെയും ഫലത്തിൻ്റെയും ഒരു സ്പ്യൂരിയസ് കോറിലേഷൻ ഉണ്ടായാൽ അത് ഏജൻസിയെക്കുറിച്ചുള്ള ഡെല്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഉദ്ദേശവും ഫലവും തമ്മിൽ വ്യാജമായ ഒരു പൊരുത്തം ഉണ്ടായിപ്പോയാൽ സ്വാഭാവികമായും ഐഡിയ മോട്ടോർ തിയറി അനുസരിച്ചിട്ട് ഈ ഡെല്യൂഷൻ ഓഫ് ഏജൻസി ഉണ്ടാവാം. ഒരു ഒട്ടുമിക്കപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ല. വി ആർ ഡെല്യൂഡഡ് ഓൺലി റെയർലി ആസ് ഒപ്പോസ് ടു ഫ്രീക്വൻ്റ്ലി. അതേസമയം പ്രെഡിക്റ്റീവ് ഫോർവേഡ് മോഡൽ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഈ കർത്തൃത്വബോധം രൂപപ്പെടുന്നത്? അത് ഐഡിയ മോട്ടോർ തിയറിയിൽ എന്നപോലെ കോറിലേഷൻ ബിറ്റ്വീൻ ഇൻറ്റൻഷൻ ആൻഡ് ആക്ഷൻ എഫക്ട്സ് വഴിയല്ല. ദ പ്രെഡിക്റ്റീവ് ഫോർവേഡ് മോഡൽ അസസസ് ഏജൻസി നോട്ട് ബൈ കോറിലേറ്റിംഗ് ഇവൻറ്റ്സ് ബട്ട് ബൈ ചെക്കിംഗ് പാരാമീറ്റർ വാല്യൂസ്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ ഏജൻസിയെ സംബന്ധിച്ച് നമ്മുടെ കർത്തൃത്വബോധത്തെക്കുറിച്ചുള്ള മിഥ്യാബോധങ്ങളിലേക്ക് ചെന്ന് ചാടാത്തുന്നുള്ളതാണ്. മസ്തിഷ്കം മാംസപേശികളിലേക്ക് അയക്കുന്ന ആവേഗങ്ങളുടെ പതിപ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രവചനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ടാണ് കർത്തൃത്വബോധം സംബന്ധിച്ച മായാവിഭ്രമങ്ങളിൽ മനുഷ്യർ അധികം പെടാത്തത്. ഈ തിയറിയാണ് ഇതാണ് അതിൻ്റെ മോഡൽ, പ്രെഡിക്റ്റീവ് ഫോർവേഡ് മോഡലിൻ്റെ ഒരു രേഖാചിത്രം. നേരത്തെ നമ്മൾ ആ ചിത്രം ഞാൻ പറയാൻ മിസ്സായി പോയോ എന്ന് സംശയമുണ്ട്. ഇതാണ് ഈ ഒരു ചിത്രം ഞാനവിടെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഐഡിയ മോട്ടോർ തിയറി അനുസരിച്ചിട്ട് കർത്തൃത്വബോധം എന്നത് മസ്തിഷ്കം എത്തിച്ചേരുന്ന ഒരു അനുമാനമാണ്, ഇൻഫറൻസാണ്. എങ്ങനെയാണ് അനുമാനത്തിലെത്തുന്നത്? റിട്രോസ്പെക്റ്റീവായിട്ടാണ്. ആ ചിത്രം ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആശയവും ചലനം കൊണ്ടുണ്ടായ ഫലവും തമ്മിൽ പൊരുത്തമുണ്ടായത്. അതാണ് ചിത്രം ഇവിടെ കാണിക്കുന്നത്. ഐഡിയ എവിടെയുണ്ട്, എക്സ്റ്റേണൽ ഇഫക്റ്റ് ഓഫ് ആക്ഷൻ ഉണ്ട്. ഇത് രണ്ടും സിമിലർ ആണെങ്കിൽ ഐ ആം ഇൻ കൺട്രോൾ. അതാണ് ഈ ചിത്രം കാണിക്കുന്നത്. ഐഡിയ, ആക്ഷൻ, അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താണെന്ന് അറിയുന്നില്ല. എക്സ്റ്റേണൽ ഇഫക്റ്റ് ഓഫ് ആക്ഷൻ, ഇത് രണ്ടിനെയാണ് കമ്പയർ ചെയ്യപ്പെടുന്നത്. ഐഡിയയും എക്സ്റ്റേണൽ ഇഫക്റ്റ് ഓഫ് ആക്ഷനും തമ്മിൽ സിമിലർ ആണെങ്കിൽ ഐ ആം ഇൻ കൺട്രോൾ എന്നുള്ള ബോധമുണ്ടാവുന്നു എന്നാണ്. ഓക്കെ, ആ ചിത്രം ഞാൻ നേരത്തെ എംഫസൈസ് ചെയ്യാൻ മറന്നുപോയി. ഇതാണ് നമ്മൾ കാണുന്നത് പുതിയ ഇപ്പോൾ പ്രെഡിക്റ്റീവ് ഫോർവേഡ് മോഡലിൻ്റെ രേഖാചിത്രം. ഉദ്ദേശിക്കപ്പെട്ട ചലനം കൊണ്ട് അനുഭവപ്പെടാൻ പോകുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്ന് മസ്തിഷ്കത്തിലെ മോട്ടോർ സിസ്റ്റം മുൻകൂറായി പ്രവചിക്കുന്നുണ്ട്. പ്രെഡിക്സ് എന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവിടെ പ്രെഡിക്റ്റ് എന്നുള്ളത് കാണാം. പ്രെഡിക്സ് എന്ന് എഴുതിയിട്ടാണ്. ഇൻറ്റൻറ്റഡ് ഇഫക്റ്റിൻ്റെയും പെർസീവ്ഡ് എഫക്റ്റിൻ്റെ ഇടയിൽ ഒരു വരയിട്ടൊരു പ്രഡിക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഡിക്ഷൻ ഉള്ളതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ കൃത്യമായി മാച്ച് ആവുന്നുവെങ്കിൽ ഐ ആം ഇൻ കൺട്രോൾ എന്ന ബോധം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഉദാഹരണത്തിലേക്ക് ഞാൻ പോയല്ല, വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, അത് വില്യം ജെയിംസ് കോട്ടിലെ തൂവൽ തട്ടിക്കളയാൻ പ്ലാൻ ചെയ്യുമ്പോൾ മസ്തിഷ്കത്തിലെ മോട്ടോർ സിസ്റ്റം മാംസപേശികളിലേക്ക് അയക്കുന്ന ആവയവങ്ങളുടെ കോപ്പികൾ ഉപയോഗിച്ച് അതേ മോട്ടോർ സിസ്റ്റം തന്നെ ഉണ്ടാക്കുന്ന ഫലപ്രവചനത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഒരു കാറ്റ് വന്ന് ചെയ്യുമ്പോൾ അതില്ലാണ്ട് പോകുന്നുണ്ട്. ഈ കൈവിരലുകളുടെ അഗ്രങ്ങൾ കോട്ടിനെ സ്പർശിക്കുമ്പോഴുള്ള സ്പർശന അനുഭവം, കൈ കോട്ടിനെ തൊടുന്നു എന്ന കാഴ്ച എന്ന് തുടങ്ങിയിട്ടുള്ള പ്രവചിതമായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കാതെ പോകുന്നതാണ്. അതുകൊണ്ടാണ് കർത്തൃത്വം സംബന്ധിച്ചൊരു മായാവിഭ്രമത്തിൽ വില്യം ജെയിംസ് പെടാതെ പോകുന്നത്. അപ്പോൾ കാറ്റ് വന്നിട്ട് ഇതിന് തട്ടിക്കളഞ്ഞാൽ അയാളെല്ലാം പെടാതിരിക്കുന്നതുകൊണ്ടാണ്.
ഇങ്ങനെ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഫലം എന്താണെന്നതിനെക്കുറിച്ച് മസ്തിഷ്കം ആദ്യം തന്നെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മോഡലുമായി ഇത് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത് താൻ ചെയ്തതല്ല എന്ന് വില്യം ജെയിംസ് മനസ്സിലാക്കുന്നത്. വിജയബോർഡിനെ സംബന്ധിച്ചിട്ട് വിശദമായി പഠിച്ചിട്ടുള്ള ആൻഡേഴ്സൻ്റെ പ്രബന്ധത്തിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോയിട്ട് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഭാഗം ഒരിക്കൽ കൂടി നോക്കാം. ഐഡിയ മോട്ടോർ തിയറി, പ്രെഡിക്റ്റീവ് ഫോർവേഡ് മോഡൽ എന്നീ വിഷയങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അത് പരിചയപ്പെട്ട ശേഷം വെൻ prediction and consequences match, the result is the feeling that I did that. Mismatches, however, precipitate a decreased in experienced sense of agency എന്ന് പറയുന്നത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലേക്ക് ഒന്നും കൂടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആൻഡേഴ്സിൻ്റെ പേപ്പറിൽ ഡിസ്കഷൻ ഭാഗത്ത് ഒരു വാചകം കൂടി പറഞ്ഞ് ചർച്ച അവസാനിപ്പിക്കാം. ചെയ്യുന്ന പ്രവൃത്തികളുടെ പ്രവചിതമായ ഫലങ്ങളും യഥാർത്ഥത്തിൽ ഉണ്ടാവുന്ന ഫലങ്ങളും തമ്മിലുണ്ടാകുന്ന പൊരുത്തക്കേട് മിസ്മാച്ചാണ് ബീജബോർഡ് കളിയിൽ ലഭ്യമാവുന്ന ദൃശ്യമാവുന്ന കർത്തൃത്വ നഷ്ടത്തിൻ്റെ കാരണം എന്ന് ആൻഡേഴ്സൺ പറയുന്നു. ഉദാഹരണം എന്താണ്? O എന്ന അക്ഷരത്തിലേക്ക് നീങ്ങുമെന്ന് പ്രവചിക്കുന്നു, നീങ്ങുന്നത് A എന്ന അക്ഷരത്തിലേക്കാണ്. അങ്ങനെ സെൻസ് ഓഫ് ഏജൻസിയെക്കുറിച്ചുള്ള പ്രെഡിക്റ്റീവ് ഫോർവേഡ് മോഡലിനെ സാധൂകരിക്കുന്ന ഒരു നിഗമനമാണ് ഇത് എന്ന് പറഞ്ഞു അദ്ദേഹം. Overall, these findings are in accord with predictive accounts of sense of agency, in which low sense of agency in Ouija board sessions arise from a mismatch between predicted and actual sensory consequences of an action. ഇത് വിവരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഹഗാർഡ് ആൻഡ് ഷാമ്പൺ എന്നുള്ള ആ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന റെഫറൻസാണ്. ആ ഒറിജിനൽ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോയിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അവിടെ ബ്ലേക്ക്മോറിൻ്റെ പേപ്പർ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കുക മാത്രം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, വളരെ സമഗ്രമായിട്ട് ആ പ്രബന്ധത്തിലെ നിരീക്ഷണങ്ങളെയും വിലയിരുത്തലുകളെയും ചർച്ച ചെയ്യുക എന്നതല്ല, വിജ ബോർഡ് എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രത്തിൽ ഇന്ന് കൃത്യമായ തിരിച്ചറിവുണ്ടെന്ന് പൊതുസമൂഹത്തോട് പറയുക. സെൻസ് ഓഫ് ഏജൻസി എന്ന വിഷയത്തെക്കുറിച്ച് വളരെ പ്രാഥമികമായി പരിചയപ്പെടുത്തി നടത്തുക, ഇത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതേ പേപ്പറിലും മറ്റിടങ്ങളിലുമുള്ള കർത്തൃത്വബോധം സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ, വിജ ബോർഡുമായി ബന്ധപ്പെട്ട ഫോഴ്സ് എസ്കലേഷൻ എന്ന വിഷയത്തിൻ്റെ സാങ്കത്യവും പ്രാധാന്യവും ഇതൊന്നും ഞാൻ കടന്നിട്ടില്ല. അത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം ക്ഷമാപൂർവ്വം എൻ്റെ വാക്കുകൾ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.